പിന്നെ ഞാനിപ്പം മ്യൂട്ട് മൊത്തം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അലോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ചാറ്റിലൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളോട് Q&A സെഷന് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ മ്യൂട്ട് ഓൺ ആക്കാൻ പറയാം. പറ്റുന്ന ആൾക്കാരൊക്കെ ഫോണിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കി വെക്കുക. ഒരു ഇന്ററാക്റ്റീവ് സെഷൻസുകളായിരിക്കും. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് മാക്സിമം ആളുകൾ എന്ത് ചെയ്യാം, ഓൺ ആക്കുക. ഓക്കെ, നിങ്ങളുടെ ഫോണ് നിങ്ങളൊരു ലാൻഡ്സ്കേപ്പ് മോഡലാണ് പിടിക്കേണ്ടത്. ഈ മോഡലാണ് പിടിക്കേണ്ടത്. അതായത് ഈ ഒരു മോഡലാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിക്കരുത്. എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പെർഫെക്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ലാൻഡ്സ്കേപ്പ് മോഡൽ. അത് നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. വീഡിയോ നിങ്ങൾ എല്ലാവരും ഓൺ ആക്കുക. ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ മുമ്പിൽ സ്റ്റഡി പർപ്പസിന് വേണ്ടി നിങ്ങളുള്ള ടാബില് മറ്റുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാവും, അതിന്റെ മുന്നിൽ കറക്റ്റ് വെക്കുക. ആ വെക്കുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ഈ PPT പ്രസന്റേഷൻ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കും. സോ പിന്നെ നോട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. പിന്നെ നമ്മളൊരു 1 hour നീണ്ടു നിൽക്കുന്ന സെഷനാണ്. സെഷൻ കഴിഞ്ഞിട്ട് Q&A ഉണ്ടാകും. സോ ലെറ്റ് us സ്റ്റാർട്ട്. എന്താണ് പിന്നെ എന്തായാലും ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല വേറൊന്നും. പിന്നെ എഡ്ഫിൽ ലേണിംഗ് സംഘടിപ്പിക്കുന്ന LPSA അറബിക് പരീക്ഷയ്ക്ക് ഒരുങ്ങാന്ന് പറയുന്ന വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു PDF 2 PDF നോട്ടുകളാണ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നത്. PDFകൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ചേഞ്ച് ആകുന്ന 2 പോയിന്റുകളാണ്. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രൂപ്പ് ത്രൂവോ പേഴ്സണൽ ആയിട്ടോ ആണ് അയച്ചു തരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം എൻഡ് വരെ എന്ത് ചെയ്യുക, പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വലിയൊരു പിന്നെ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യമൊക്കെ നേരത്തെ സാറ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും നേരെ കടക്കാണ്. എന്താണ് നമ്മളെ മുമ്പിൽ കാണുന്ന ഒരു പിക്ചർ? എന്താണ് അത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ, എന്തായിരിക്കും? ജസ്റ്റ് ഒരു കുട്ടിയാണ് അല്ലെ? ഒന്ന് കമന്റ് ചെയ്യ്, എന്തായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങളുടെ പിന്നെ പിക്ചർ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഡ്രീമിങ്. അമീന സൽഹ പറഞ്ഞത് ഡ്രീമിങ്, അവർ ഡ്രീം, നമ്മുടെ സ്വപ്നം എന്നുള്ളതാണ്. ഓക്കെ, ഡ്രീം, ഗുഡ്. പല കമന്റ്സുകൾ വന്നിരിക്കുകയാണ്. നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മുടെയൊക്കെ ലൈഫിൽ ചെറിയ പ്രായമാകുന്ന സമയത്ത് നമ്മൾ കാണാൻ തുടങ്ങുന്ന ഒരു സംഭവമാണ് ഡ്രീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ചെറുപ്പത്തിൽ നമ്മൾ സാധാരണ എന്ത് സ്വപ്നമാണ് കാണാറുള്ളത്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ചെറിയ കുട്ടിയാവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണാറുള്ളത്? എന്തൊക്കെയാണ് കാണാറുള്ളത്? കമോൺ, ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് ആണ്. എന്തൊക്കെയാണ് കാണാറുള്ളത്? ചെറുപ്പത്തിൽ എന്താ കണ്ടത് നമുക്ക് ഓർമ്മയില്ല അല്ലെ? എന്താവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്? വലിയ ആളാവണം അല്ലെ? വലിയ ആളാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇതിനേക്കാൾ രസകരമായ സംഭവം എന്താ വെച്ചാൽ, ചെറുപ്പത്തിൽ നമുക്ക് വരുന്ന ഒരു വലിയ ട്രെൻഡ് എന്താന്ന് വെച്ചാല് JCBന്റെ ഡ്രൈവർ ആവണം അല്ലെ? ഈ കുട്ടി സാധാരണ രീതിയിൽ പറ്റുന്നവരൊക്കെ വീഡിയോ ആണ് കേട്ടോ. ഇന്ററാക്റ്റീവ് സെഷൻസ് അല്ലെങ്കിലും നിങ്ങൾ മുഖത്ത് നോക്കിയിട്ട് കാണുമ്പോൾ, ഞാനിപ്പോ എന്റെ മുഖം മാത്രം കാണുന്നേക്കാളും ബെറ്റർ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ വളരെയധികം ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത് ഡ്രീമാണ്, സ്വപ്നമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്വപ്നം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന ഒരു സിസ്റ്റം എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ ഒരു വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ സമയത്ത് നമുക്ക് എന്തൊക്കെ സ്വപ്നം ഉണ്ടാവുക? ചെറിയ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ കുട്ടിയാവുന്ന സമയത്ത് പറ, എന്തൊക്കെ സ്വപ്നങ്ങൾ വരും? വലിയ ആളാവണം എന്ന് പറഞ്ഞു. വേറെന്താ സ്വപ്നം? ഇതിൽ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു ടോയിന്റെ ഫോട്ടോ ആണ്. വേറെന്തെങ്കിലും സ്വപ്നം? നിങ്ങൾ JCBന്റെ ഡ്രൈവർ ആവണം എന്ന് പറയില്ലേ ചില സമയത്ത്? JCBന്റെ ഡ്രൈവർ ആവണം, കേട്ടിട്ടുണ്ടോ? JCBന്റെ ഡ്രൈവർ ആവണം. അല്ലെങ്കിൽ ഒരു ടോയ്, ഇപ്പൊ നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഗ്യാസ് കൊണ്ടുവരാൻ വരുന്ന ഐസ്ക്രീം ഇഷ്ടമായിരുന്നു, അപ്പോ ഒരു ഐസ്ക്രീം കടക്കാരനാവണം എന്ന ഡ്രീം. വളരെ വളരെ കറക്റ്റ് ഉള്ള ആൻസർ ആണ് അമീന പറഞ്ഞത്. അമീന അല്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇതിൽ എല്ലാവരും കമന്റ് ചെയ്യണം. അപ്പോ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യം, ഇപ്പൊ ഐസ്ക്രീം കിട്ടുന്ന ആളാവുമ്പോ, അപ്പൊ ഐസ്ക്രീം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് വീട്ടിൽ ഒപ്പനോട് പറയണം, ഉമ്മാനോടൊക്കെ പറയണം. നേരെ മറിച്ച് നമ്മൾ അതിന്റെ കടക്കാരനാണെങ്കിൽ സുഖാണല്ലോ
കാരണം എപ്പോഴും തിന്നാലോ എന്ന് നമ്മൾ വിചാരിക്കാം. അതേപോലെ തന്നെ ഒരു JCB ഡ്രൈവർ, അപ്പൊ നമ്മളിങ്ങനെ JCB കാണുന്ന സമയത്ത്, JCB പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ലോറിന്റെ ഡ്രൈവർ ആവണം, വിമാനത്തിന്റെ ഡ്രൈവർ അല്ല, വിമാനത്തിന്റെ പൈലറ്റ് ആവണം, ഇങ്ങനെ അന്നൊക്കെ നമ്മൾ ഡ്രൈവർ എന്നുള്ള കോൺസെപ്റ്റിലാണ് പറയാം. ഇങ്ങനെയുള്ളത് ഏത് സമയത്തും ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ ഉറക്കത്തിൽ കാണുകയും അതിങ്ങനെ സ്വപ്നം കാണുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് സമയത്തുള്ളപ്പോ ഈ ഡ്രൈവിംഗ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നത്, നമ്മളെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടത് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. സാധാരണ അവരുടെ ജീവിതത്തിൽ, കുട്ടികളുടെ ജീവിതത്തിൽ ഫുൾ ടൈം ഉണ്ടാകുന്ന സംഗതിയെ അവർ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ആ സമയത്തുള്ളത് സ്വപ്നമായിട്ടും കടന്നു വരുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിലും സാധാരണ ഇതേപോലെ ഒരുപാട് ലൈഫ് ഡ്രീമുകൾ ഉണ്ടാവാറുണ്ട്, സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ? ഇതെന്താണ് പിക്ചർ? ഈ പിക്ചർ എന്താണെന്ന് പറയോ? ഇതെന്താണ് പിക്ചർ? പെട്ടെന്ന് കമന്റ് ചെയ്യണേ, പെട്ടെന്ന് കമന്റ് ചെയ്യണം. നാളെ അധ്യാപക മേഖലയിൽ ടീച്ചർ ആവാൻ പോകുന്ന നല്ല ഏറ്റവും കൂടുതൽ ലക്ഷ്യം കണ്ടു. ഓക്കെ, സുമി റഷീദ് പറഞ്ഞ ലക്ഷ്യം, ഫോക്കസ്. അഫീദ, ഫോക്കസ്. ഓക്കെ, ദെൻ ഗോൾ, ഫോക്കസ് ഗോൾ. ഓക്കെ, അപ്പൊ വളരെ ഒരുപാട് ആൻസർ, ലക്ഷ്യങ്ങളൊക്കെ. ശരി, മതി. എനിക്ക് കുറച്ചാളെ കമന്റ് കിട്ടിയാൽ തന്നെ മതി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞ ഡ്രീമാണ്. ആ ഡ്രീമാണ് ശരിക്ക് നമ്മളെ ഗോളിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. സാധാരണ ഈ ഡ്രീമിന്റെ ഒരു കേസ് എന്താന്ന് വെച്ചാല്, ഇപ്പോ ചെറുപ്പത്തിൽ എന്താവണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള പല ആളുകളും, പല രൂപത്തിലും ജീവിച്ച ആളുകള് പലപ്പോഴും നമ്മളെ ചെറുപ്പത്തിൽ ഇപ്പം പറയുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഇന്ന ആളാവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കിയിട്ടുള്ള കുറേ സ്വപ്നങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു ഗോൾ എത്താനുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിയ ആളുകളാണ് നമ്മൾ. നമ്മുടെ ചെറുപ്പത്തിലുള്ള നമ്മുടെ ഓരോ വളർച്ചകൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ആ ഡ്രീമിനെ ഇങ്ങനെ വലുതാക്കി നമ്മൾ ഈ ഒരു സെറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഡ്രീം എന്ന് പറയുന്നത് ഒരിക്കലും ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു കമന്റ് അല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ? ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രീം ഈസ് നോട്ട് ദാറ്റ് യു സീ ഇൻ സ്ലീപ്പ് അല്ലെ? എന്താണ് അതിനർത്ഥം? കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല യഥാർത്ഥത്തിലുള്ള സ്വപ്നം എന്ന് പറയുന്നത്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. പിന്നെ എന്താ സ്വപ്നം? എന്താണ് സ്വപ്നം? ഡ്രീം ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. നിങ്ങൾ ഒരിക്കലും ഉറങ്ങാൻ അനുവദിക്കാത്തൊരു സംഗതിയാണ്. ചെറുപ്പത്തിൽ കുട്ടിയാകുന്ന സമയത്ത് ഒരു ചെറിയ ലക്ഷ്യങ്ങൾ വരുന്ന സമയത്ത് ഉറക്കത്തിലും അല്ലാത്ത സമയത്തും ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താണ്? അതാവണം, ഇത് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ്. കിട്ടാത്ത സമയത്ത് നമ്മൾ വാശി പിടിക്കുന്നു, കരയുന്നു അല്ലെ? അങ്ങനെ ആയിരുന്നല്ലോ. നമുക്കൊരു ഐസ്ക്രീം കിട്ടിയില്ല, നമ്മളെ ലക്ഷ്യമാണ് അത് കിട്ടണം എന്നുള്ളത്. കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ കരഞ്ഞു, വാശി പിടിച്ചു, നമ്മൾ റോട്ടിൽ നമ്മൾ റോഡുമേൽ ഇരുന്നിട്ട് നമ്മുടെ ഉമ്മനോട് കരഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഉറക്കം കെടുത്തുന്ന ഒരു സംഗതിയാണ് ശരിക്കും ഡ്രീം എന്ന് പറയുന്നത്. ആ ഡ്രീമിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കുന്നത്, ആ ഡ്രീമിനെ അയാൾ മാറ്റേണ്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് ഫസ്റ്റ്. ഏറ്റവും പ്രധാനമായിട്ട് ഡ്രീം ആണോ അല്ലെങ്കിൽ ഗോൾ ആണോ ആദ്യം വേണ്ടത്? ഒന്ന് പറയോ? ഒരാൾക്ക് ഡ്രീം ആണോ വേണ്ടത്, ഗോൾ ആണോ വേണ്ടത്? എന്താണ് വേണ്ടത്? ഡ്രീം. യെസ്, ഡ്രീം. ഗോളാണ് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രീം ആണെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ലൈഫിൽ വേണ്ട പ്രധാനപ്പെട്ടത് ഡ്രീംസ് കം ബിഫോർ ഗോൾസ് എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യത്തിന്റെ മുന്നേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഡ്രീം ആവണം, സ്വപ്നമാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും APJ പറഞ്ഞ സംഗതികള് ലോകത്തുള്ള ഒരുപാട് വ്യത്യസ്തമായ ആളുകളുടെ സ്വപ്നങ്ങളായിരുന്നു ജീവിതത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് കാണാൻ പറ്റും. 1923 ജനിച്ച ഒരു വ്യക്തിയുണ്ട്, വാൾട്ട് ഡിസ്നി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഡിസ്നിനെ അറിയോ നിങ്ങൾക്ക്? ആരാ ഡിസ്നി? ഡിസ്നി എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കമന്റ്, നിങ്ങൾ എത്രത്തോളം മറ്റുള്ള സംഗതികൾ, അറബിക് അധ്യാപകരാണല്ലോ, മറ്റുള്ള നമ്മുടെ ജനറൽ നോളജ്. ഡൊണാൾഡ് ഡക്ക്. യെസ്, കാർട്ടൂൺ. വെരി ഗുഡ് സിദ്ദീഖ്. കാർട്ടൂൺ ആണ്. കാർട്ടൂണിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഏതാണെന്നറിയോ?
ഏത് ക്യാരക്ടറാണ്? യെസ്, വെരി ഗുഡ്, മിക്കി മൗസ്. മിക്കി മൗസിനെ അറിയില്ല നിങ്ങൾക്ക്? മിക്കി മൗസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ഉപജ്ഞാതാവാണ്, ഫൗണ്ടറാണ് വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന വ്യക്തി. ഈ ഡിസ്നിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ സ്വപ്നത്തിനെ കുറിച്ച് കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ സ്വപ്നം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നാണ് നമ്മൾ തുടക്കത്തിൽ പറയുന്നത്, എന്നിട്ട് മാസ്റ്റർ പ്ലാനിലേക്ക് നമ്മൾ കൊണ്ടുവരാണ്. ഡിസ്നീസ് വാക്ക്. ഓക്കെ, അപ്പൊ ഡിസ്നി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ട് 1923 അദ്ദേഹത്തിന്റെ ജനനം. പക്ഷേ അദ്ദേഹം കണ്ട വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു തുടക്കത്തിൽ. അദ്ദേഹത്തിന്റെ ലൈഫിൽ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, ജീവിതത്തില് 2 വർഷം ആംബുലൻസ് ഡ്രൈവർ ആയ സമയത്ത് ഈ കാണുന്ന ആൾക്കാരൊക്കെ കുറെ ടെൻഷൻ അടിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ആംബുലൻസ് ഡ്രൈവർ ആയിട്ട് ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. കാരണം ഒന്നെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കേസ്, അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് ഇങ്ങനെ കാണുന്ന ഒരാളാണ്. ഇദ്ദേഹം ആ സമയത്ത് അദ്ദേഹം ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ആ സമയത്തുള്ള മൈൻഡില് ആംബുലൻസ് ഡ്രൈവർ ആയ ആൾ അദ്ദേഹത്തിന് ഒരു ടെൻഷനായി. അദ്ദേഹം അങ്ങനെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളെല്ലാവരും ടെൻഷനിലാണ്. അപ്പൊ ടെൻഷൻ അകറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന രൂപത്തിലാണ് ശരിക്കും കാർട്ടൂൺ സിസ്റ്റത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. ഈ കാർട്ടൂൺ സിസ്റ്റത്തിനൊക്കെ മുമ്പ് അദ്ദേഹം ചെയ്തിരുന്ന ജോലിനെ കുറിച്ച് പറയുമ്പോൾ ടൊയോട്ടനായിട്ട് ബന്ധപ്പെട്ട ചരിത്രമൊക്കെ ഉണ്ട്. രസകരമായ സംഭവങ്ങളാണ്. ഞാനിതെല്ലാം കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഗോൾ സെറ്റിങ്ങിലേക്ക് എത്തുന്ന ഒരു സംഭവം പറയാൻ ഉദ്ദേശിക്കണില്ല. ഞാൻ ചെറിയ ചെറിയ സംഭവങ്ങൾ പറഞ്ഞ് നമ്മളുടെ ഡ്രീമിലേക്ക് കൊണ്ടുപോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി എന്താന്ന് വെച്ചാല്, ഈ ഡിസ്നി ഇന്ന് ആരാന്നറിയോ? ഡിസ്നി എന്ന് പറയുന്നത് ആരായി മാറി എന്നുള്ളതാണ്. ഡിസ്നി എന്ന് പറയുന്ന കമ്പനി, ഡിസ്നി അന്ന് കണ്ട ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തെ ലോകത്തിന്റെ വലിയ അന്നത്തെ കാർട്ടൂൺ ടീം ഏറ്റെടുക്കുകയും മിക്കി മൗസ് എന്ന് പറയുന്ന ഏറ്റവും വളരെ രസകരമായ മിക്കി മൗസിന്റെ ഒരു ക്യാപ്പ് ഉണ്ട്, നിങ്ങള് കണ്ടുക്കണോ? യെസ് ഓർ നോ? മിക്കി മൗസിന്റെ ക്യാപ്പ് കണ്ടാണോ? ആരെയല്ല, മിക്കിലാണോ മൗസിലാണോ? ആ ക്യാപ്പ് എന്ന് പറയുന്നത് ആദ്യം കാർട്ടൂൺ ഉണ്ടാക്കി. കാർട്ടൂണിന് ശേഷം അദ്ദേഹം ശരിക്കും അത് സെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം സ്വപ്നമുണ്ടായി അവസാനം ഏകദേശം എത്ര വർഷങ്ങൾ, 1923 എന്ന് പറയുന്നത് അറൗണ്ട് 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഡിസ്നി കണ്ട സ്വപ്നത്തിന്റെ ഏറ്റവും എൻഡ് കേരളത്തിൽ വരെയാണ്. അറിയോ കേരളത്തിൽ ഡിസ്നി ഏതെങ്കിലും ഷെയർ ഹോൾഡ് ഉള്ള കമ്പനികൾ ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഇത് ഞാൻ ബിസിനസിന്റെ ഡെവലപ്മെന്റ് ക്ലാസ് ഒന്നല്ല കേട്ടോ. സാധാരണ ട്രെയിനിങ്ങുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെന്ന് പറയുന്ന അധ്യാപക ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചില ജീവിത ലക്ഷ്യങ്ങളാണ്. ഈ ലക്ഷ്യങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടാവും. അറിയോ ഏഷ്യാനെറ്റ് അറിയില്ലേ? അറിയല്ലേ? നിങ്ങൾക്ക് അറിയാതെ പോലല്ലോ. യെസ്, ഏഷ്യാനെറ്റിന്റെ വൺ ഓഫ് ദ ഷെയർ ആയിട്ട് ഡിസ്നി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ബൈജൂസ് ലേണിംഗ് ആപ്ലിക്കേഷന്റെ 1, 2, 3 എന്ന് പറയുന്ന 3 ക്ലാസ്സുകളുടെ ഡിസ്നി ബൈജു എന്നാണ് അതിന്റെ പേര്. ഡിസ്നി ബൈജു, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഡിസ്നി ബൈജു കേരളത്തിലെ 2-3 കമ്പനികളിലേക്ക്, ഇന്ത്യയിലെ ഹോളിവുഡ് അടക്കമുള്ള സിനിമകളുടെ പ്രൊഡക്ഷൻസിൽ മലയാളം അടക്കമുള്ള സിനിമകള് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്നിയുടെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം, 1923 ജനിച്ച് 1940-50 കാലഘട്ടത്തില് 10-15 വയസ്സുള്ള സമയത്ത് വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ഒരു കൗമാരക്കാരന്റെ മനസ്സിലുള്ള സ്വപ്നമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് 100 വർഷം ഇന്ന് ലോകത്ത് വലിയ വൻകിട ടീമായിട്ട് മാറ്റാൻ കഴിഞ്ഞത് എങ്കിൽ സ്വപ്നത്തിന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ്. സ്വപ്നം കാണണം. ഇപ്പോഴും ചില ആൾക്കാരോട് ചോദിക്കും എന്താവാൻ ആഗ്രഹം എന്ന് വെച്ചാല്, ചില ആൾക്കാർ പറയും അങ്ങനൊന്നുമില്ല, അങ്ങനെ പോവുക, സംഗതികളൊക്കെ നടക്കുക, പിന്നെ നോക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ. അപ്പൊ ജോലി ഇപ്പൊ ഒന്നും ആയില്ല, നോക്കണുണ്ട്, ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിയാ നോക്കാം എന്നൊക്കെ. ഇതാണ് മനുഷ്യന്റെ ആഗ്രഹം. പക്ഷെ ഡ്രീം എന്ന് പറയുന്നത് എന്താണ്? ഡ്രീമിന് ഒരുപാട് സ്കോപ്പുകൾ ഉണ്ട്. 2004 ഫെബ്രുവരി 4 ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു പേജ് മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന ഒരു ചങ്ങായി ഉണ്ടാക്കി. അന്ന് ലോകം പൊട്ടൻ എന്ന് വിളിച്ചേക്കാം, കാരണം അന്ന് ഇന്റർനെറ്റ് അത്ര ഇല്ല. ഇന്റർനെറ്റ് യുഗമല്ല, കാരണം 2004 ഇന്റർനെറ്റ് എങ്ങനെയാന്നുള്ളത് ഇവിടെ ഏജില് 2004 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഇപ്പോൾ 20 years ബാക്ക് ആണ് അല്ലെ, 20 years അല്ലെങ്കിൽ 19 years.
നമ്മൾ ഇന്റർനെറ്റ് കാണാൻ തുടങ്ങിയിട്ട് എത്രയായി? ജസ്റ്റ് പറയാൻ പറ്റുമോ? എത്ര സമയമായി നമ്മൾ ഇന്റർനെറ്റ് കാണാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്? അതായത് നമ്മളിലേക്ക് പോപ്പുലർ ആയിട്ട് വരാൻ തുടങ്ങിയിട്ട്, നമ്മൾ ഈ ടച്ച് സ്ക്രീനും ടച്ച് ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2013, 14, ഓക്കെ, 2013. ചില ആൾക്കാർ ഇപ്പം തുടങ്ങിയിട്ടുണ്ടോ 10, 12, 14 പക്ഷെ ഇത്ര പോപ്പുലർ ആയിരുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, ഒരു പോപ്പുലർ അല്ലാത്ത ഒരു കമ്പനിയെ ലക്ഷ്യം കണ്ടിട്ട് ആ മനുഷ്യൻ തുടങ്ങിയിട്ടുള്ള ഫേസ്ബുക്ക് എന്ന് പറയുന്ന പേജ് ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പും അടക്കം വാങ്ങിയിട്ട് നമ്മളോട് പറയാണ്, വാട്സപ്പ് ഇപ്പം പറയാണ് 2 മിനിറ്റ്, നിങ്ങൾ കണ്ടില്ലേ ഏഷ്യാനെറ്റിലെ ബ്രേക്ക് ന്യൂസ് അല്ലെങ്കിൽ 24 ബ്രേക്ക് ന്യൂസ്, വാട്സപ്പ് 2 മിനിറ്റ് സ്തംഭിച്ചു, ലോകം പ്രതിസന്ധിയിൽ നിന്നാണ്. വാട്സപ്പ് സ്തംഭിക്കുന്നതിലേക്ക്, നമ്മുടെ ചാറ്റുകളിലേക്ക്, നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രൈവസിയിലേക്ക് കൊണ്ടു നടക്കാൻ മാത്രം വരുന്ന, വാട്സപ്പ് ഉണ്ടാക്കിയത് സുക്കർബർഗ് അല്ല കേട്ടോ, വാട്സപ്പ് പിന്നീട് വാങ്ങിയതാണ്. അത് ആ സ്വകാര്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രമുള്ള അധിപനായ മനുഷ്യന്റെ പിറകിലുള്ള ഡ്രീമിന്റെ ഒരു സക്സസ് എന്തായിരിക്കും? സ്വപ്നം എന്തായിരിക്കും? ആ സ്വപ്നമാണ് വേണ്ടത്. നമ്മളിപ്പോഴും ഒരു അറബി ടീച്ചർ, ബേസിക്കലി അറബി ടീച്ചർ ആവുക, ഇതാവുക, ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുക, എങ്ങനെയൊക്കെയോ കേട്ടിട്ട് കിട്ടി, അങ്ങനെ ഒരു സമ്പത്ത്. ഇന്നിപ്പോ ഒരു കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ബേസിക്കലി കുറെ വർഷം മുമ്പ് പ്രിലിമിനറി അറബിക്കിന്റെ യോഗ്യത പരീക്ഷ നേടിയതാണ്, ഇപ്പം പറ്റൂല, എങ്ങനെ പഠിക്കേണ്ട അറിയില്ല, ആകെ ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡ്രീം എന്താണ്? അറബി ഭാഷ എന്ന് പറയുന്ന സുന്ദരമായ ഒരു ഭാഷയെ നിങ്ങൾ കാണുന്ന സ്വപ്നത്തിലേക്ക് കൊണ്ടുവരാണ്ട് ആ സ്വപ്നത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളായി മാറുമ്പോഴും, നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് കേവലം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്കൂളിലെ 10,000 രൂപയ്ക്ക് താഴെയുള്ള സാലറി വാങ്ങിയിട്ട് അവിടെ രാവും പകലും അധ്വാനിച്ച് വേർത്ത് കുഴങ്ങിയിട്ട് അവസാനത്തെ വർക്ക് ബുക്കും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എടങ്ങാറായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ മാറ്റം വരണം. നമ്മുടെ സ്വപ്നം ഒരുപാട് മാറേണ്ടതുണ്ട്. ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സ്വപ്നമല്ല. ഇവിടെ ഞാൻ പറഞ്ഞ മാർക്ക് സുക്കർബർഗിന്റെ സ്വപ്നം, ഇവിടെ ഡിസ്നിയുടെ സ്വപ്നം, ഇതേപോലത്തെ ഇലാൻ മസ്കിന്റെ സ്വപ്നം, ഇപ്പൊ ആമസോൺ ഉണ്ടാക്കുന്ന എപ്പോഴാണ്? 1994. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആമസോണൊക്കെ 1994 ഉണ്ടാക്കിയിട്ട് അന്ന് ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി ഇ കൊമേഴ്സ് വരുമെന്ന് ആരാ കണ്ടത്? ഇന്നല്ല എല്ലാവർക്കും അറിയുന്നത് ഇ കൊമേഴ്സ് ഉണ്ട് എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അവർ ചെയ്ത വർക്കൗട്ട്, ആ വർക്കൗട്ടും അവരുടെ ആക്ഷൻസുകളും എല്ലാം ജീവിതത്തിൽ ലക്ഷ്യമായി കണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് നമ്മുടെ സ്വപ്നമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് യുവർ ഡ്രീം? നിങ്ങളുടെ സ്വപ്നം എന്താണ്? ഒന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നം എന്താണ്? എനിക്ക് ഇനി കുറെ സംഭവങ്ങൾ പറയാനുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ സ്വപ്നങ്ങൾ പറഞ്ഞിട്ട് അവസാനങ്ങൾ പറയും എനിക്ക് അറബിക് ടീച്ചർ ആവണം എന്നുള്ള സ്വപ്നമാണ്. ടീച്ചർ, ഒരു അറബിക് ടീച്ചർ എന്ന് പറയുന്നത് സാധാ ടീച്ചർ ആണോ സുമി? അല്ലാതല്ല, ഗവൺമെന്റ് ജോബ് ആണോ? ഗവൺമെന്റ് ടീച്ചർ, ഗവൺമെന്റ് ജോബ്, PSC, ഗെറ്റ് ഗവൺമെന്റ് ജോബ്, വെരി ഗുഡ്. ഗവൺമെന്റ് അറബിക് ടീച്ചർ, വെരി ഗുഡ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, വാട്ട് ഷുഡ് ബി യുവർ ഡ്രീം? നിങ്ങളുടെ സ്വപ്നം എന്താവണം? ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താനാണ് എഡ്ഫിൽ ലേണിംഗിന്റെ LPSA അറബിക് വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. നമ്മൾ പല വെബിനാറുകൾ കണ്ടിട്ടുണ്ട്. വെബിനാറുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സിസ്റ്റം ടെക്നിക്കലി അത്രയും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് പഠിപ്പിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ മനസ്സിൽ ഇത് അത്രയും ഗോളായിട്ട് സെറ്റ് ചെയ്യണം. ഒരു ഡ്രീമിൽ അറബിക് എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. എന്താ സംഭവിച്ചാല്, ഓക്കെ, ലെക്ചറർ ആവണം അറബിക് ഗവൺമെന്റിൽ, വെരി ഗുഡ്. അറബിക് ടീച്ചർ, നല്ല പോസ്റ്റാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണ്. ലോകത്തെ 6 ഭാഷകൾ UNO സെലക്ട് ചെയ്ത സമയത്ത് അതിലൊന്ന് അറബി ഉണ്ടായിരുന്നു. ലോകത്തെ 22-ലധികം വരുന്ന അറബ്യൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് അറബിയാണ്. ഈ അറബി ഭാഷ എന്ന് പറയുന്നത് നമുക്ക് വിലയില്ലെങ്കിലും, അല്ലെ? അഫ്സൽ പറഞ്ഞ വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. IAS ഡോക്ടറേറ്റ് ഒക്കെ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും. നിങ്ങൾക്ക് അറബിക് അധ്യാപകനായിട്ട് IAS ആക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സുഖമായി ചെയ്യാം. നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതെന്താ സംഭവം? ഈ പിക്ചർ എന്താ? നിങ്ങളുടെ സ്വപ്നം റെഡിയാണോ? ഇവിടെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന 100-ലധികം വരുന്നത്, ഇനി
പലരും പങ്കെടുക്കാൻ പറ്റാതെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ 100-ലധികം വരുന്ന കുട്ടികളോട്, ഉദ്യോഗാർത്ഥികളോട് ഞാൻ ചോദിക്കാം, ഇതെന്താണ് സംഭവം? ഇന്റർവ്യൂ ആണ് ആണോ? ഇന്റർവ്യൂ ആണോ? ഒപ്പിടാൻ വരെയല്ലേ? ഇന്റർവ്യൂ ആണോ? ഒന്നുകൂടി നോക്കി, സൂം ചെയ്ത് നോക്കി, നല്ലോണം നോക്കിയാ പിക്ചർ എന്താണ്? എഗ്രിമെന്റ്, ജോയിൻ, വേറൊന്ന് ഒന്നും കൂടി എത്തട്ടെ. എന്ത് ജോയിൻ? PhD? നോ. ഈ പിക്ചർ എന്താണ്? പിക്ചർ വൺസ് മോർ. പിക്ചർ സൈൻ ചെയ്യുന്നു. എവിടെ സൈൻ ചെയ്യുന്നു? എവിടെ? ജോബ് ജോയിൻ. എന്ത് ജോയിൻ? അപ്പോയിന്റ്മെന്റ്. യെസ്, അഡ്വൈസ് മെമ്മോ കിട്ടിയ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട് ഗവൺമെന്റ് സ്കൂളിന്റെ മുറ്റത്തേക്ക് നമ്മൾ നടന്നു പോയിട്ട് അവിടുത്തെ ഇത് പിക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നത് പോലെ ഒപ്പിടാൻ നിങ്ങളോട് പറയാം. അപ്പൊ ഈ ലെവലിലായിരിക്കില്ല കോട്ടും സൂട്ടും ഒന്നും ഇട്ടിട്ട് പിന്നെ ഗവൺമെന്റ് ജോലിയിലെ അധ്യാപകർ കാണൂല. ഇതൊരു പിക്ചറാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട സംഭവം എന്താ അറിയോ? ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ കാണില്ലേ ജോലി കിട്ടി, എയ്ഡഡ് സ്കൂളിലല്ല ഗവൺമെന്റ് സ്കൂളിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാരും പറയല്ലോ. എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു സർവീസ് സെക്ടറിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ സൈൻ ചെയ്യുന്ന സ്വപ്നം നിങ്ങൾ കാണാൻ തുടങ്ങണം. ഇതെവിടെ എങ്ങനെ കാണാൻ തുടങ്ങുക വെച്ചാല്, വേറൊരുത്തിന് കിട്ടിയാൽ നമ്മൾ വിചാരിക്കും എന്തായാലും ഞാൻ റെഡി ആവുമ്പോ എന്തേ എന്റെ കൂടെ ഒരു അന്തമില്ലാതെ നടന്ന ഓനുണ്ട്, ഇപ്പൊ ജോലി കയറി പറഞ്ഞിട്ട് മെസ്സേജ് വന്നിക്കണ്. ഇന്റെ കൂടെ ഒരു ബലായി നെഹ്ബു എന്ന് പറഞ്ഞ സാധനം തന്നെ അറിയാത്തൊരു ചങ്ങായിന് ഓനിപ്പോ ജോലി കിട്ടി. മറ്റേ ഇപ്പുറത്ത് ഓൻ വെറും കളിപ്രാൻ തന്നെ. പക്ഷെ ഓൻ എങ്ങനെ PSC കിട്ടിയെന്ന് എനിക്കണ്ട് കിട്ടണില്ല. അതായത് മറ്റൊരു കേറുക എന്നുള്ളതാണ്, ഇത് കിട്ടണില്ല. അവസാനമൊക്കെ കഴിഞ്ഞിട്ട് പ്ലാൻ ഇടും. പ്ലാന്റെ രസം എന്താ വെച്ചാല്, ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അവന് പിന്നെ കുറച്ചിങ്ങനെ ഏജ് ഇങ്ങനെ ആയി വരികയാണ്. അപ്പൊ ഞാനോട് പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാല്, എടാ ഇജ്ജ് കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിക്കും, ഒരു 42 വയസ്സൊക്കെ ആകുമ്പോ ഇങ്ങനെ വിളിച്ചിട്ട്, എടാ സീബ ഈ അപ്ലൈ ചെയ്യുമ്പോ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതിയോ? ആ ചെയ്താൽ മതി. ഒക്കെ സെറ്റല്ലേ? സെറ്റാണ്. എന്നാല് എപ്പോഴാണ് അടുത്ത എക്സാം അറിയിച്ച എന്നാ അടുത്ത എക്സാം ഞാൻ എന്തായാലും നേടിയിരിക്കും. അപ്പൊ അത് 42 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ? 43 വയസ്സ്. 43 നിങ്ങൾക്ക് OBC-കാർക്ക് മാക്സിമം വരുന്ന റിലാക്സേഷൻ. ഇതെവിടെ? ഇത് സ്വപ്നാണോ? ഇതെന്ത് സ്വപ്നാണ്? ഇത് സ്വപ്നല്ല. KFCന്റെ ചരിത്രം അറിയില്ല നിങ്ങൾക്ക്? KFC നമ്മളെ കേണൽ ഹാർലാൻഡ് സാൻഡ്രോസ് എന്ന് പറയുന്ന ചങ്ങായി, ഒരു അപ്പാപ്പന്, നമ്മുടെ അപ്പാപ്പന് ഓരോ ബേക്കറിയിൽ ഇങ്ങനെ സാധനം കൊണ്ടുപോയി കൊടുത്തിട്ട് ആൾക്കാർ ഇട്ട് ഒഴിവാക്കുക, പിന്നെയും കൊടുക്കുക, പിന്നെ ഇട്ട് ഒഴിവാക്കുക, അങ്ങനെ ഏകദേശം 98 വർഷങ്ങൾ കഴിഞ്ഞു. 1930-ലാണ് KFC വരുന്നത്. അതിന് മുമ്പാണ് ഇയാൾ ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, അയാൾ കണ്ടൊരു സ്വപ്നം ഇന്ന് ലോകത്ത് KFC പറഞ്ഞ ബ്രാൻഡ്. എനിക്ക് തോന്നുന്നില്ല KFC വലിയ സംഭവമാണ്. ഞാൻ ചിലപ്പോൾ നമ്മളെ നാട്ടിലുള്ള സാധാ ബ്രോസ്റ്റ് കടയിൽ നിന്ന് കഴിക്കണ സാധനം ചിലപ്പോൾ ഇതിനെക്കാട്ടും ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നല്ലേ ചില സമയത്തുള്ള ഫീല് കേട്ടോ. നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കിയാൽ എനിക്ക് നിങ്ങളെ റിയാക്ഷനും കൂടി കാണാൻ കേട്ടോ. വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഓണാക്കുക. ഇതെന്താ സംഭവം? നിങ്ങൾ മടി കാണിക്കരുത്. നിങ്ങളൊക്കെ ആരാണ്? ഗവൺമെന്റ് ജോലിയായിട്ട് ഒപ്പിടാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ഇന്ന് ഇവിടെ നൽകുന്ന സ്റ്റഡി മാസ്റ്റർ പ്ലാൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ തുടങ്ങുകയാണ്, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ പഠനത്തിലെ ഒരു വലിയ ഇപ്പൊ സൂമില് നമ്മുടെ ഒരു താല്പര്യം പറയട്ടോ, പല ആൾക്കാരും ഇപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ഒരു ഹെഡ്സെറ്റിൽ എയർപോഡ് കുത്തിയിട്ട് പോണ വഴിക്ക് അപ്പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണതിന്റെ ഇടയിൽ, ഇപ്പുറത്തെ കല്യാണ പരിപാടിന്റെ ഇടയിൽ, ഇവിടെ പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് എല്ലാ ഷൂവിലും കഴിഞ്ഞിട്ട് ഏതെങ്കിലും പ്രോഗ്രാമിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇരുന്നിട്ട് ഈ പ്രോഗ്രാം കാണണ്ടാവും. അല്ല, അത് കേട്ടാൽ മതിയല്ലോ എന്നാണ്. പക്ഷെ നമ്മുടെ ഡ്രീമിന്റെ ഒരു ആഴം എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്ന നിങ്ങളുടെ വലിയ സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറ്റുമെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കണം. ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുക. നമ്മളൊരു ചങ്ങായി ഏതെങ്കിലും ഒരു പിന്നെ ഫോട്ടോ ഒരാൾ തരുന്നത് ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ സൈൻ ചെയ്യുന്നത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഒരു പുസ്തകത്തിലോ ഡയറിയിലോ നിങ്ങൾ എഴുതി കൃത്യമായി വെക്കണം. എന്നിട്ട് അത് ലക്ഷ്യം ചെയ്യാൻ കഴിയണം അല്ലെ? ഇപ്പൊ നമ്മളെ വേറെ പ്രശ്നമുണ്ട്. നമ്മളിപ്പോ മാർച്ച് 1-ാം തീയതി പഠിക്കാൻ വേണ്ടി വിചാരിച്ച കുറെ ആൾക്കാരില്ലേ? അതൊന്ന് പറയും. മാർച്ച് 1-ാം തീയതി തുടങ്ങണമെന്ന് വിചാരിച്ച ആൾക്കാര് ഉണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? മാർച്ച് 1-ാം തീയതി പഠിക്കാൻ ഉണ്ടോ? ഓക്കെ. മാർച്ച് 1-ാം തീയതി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. ഈ മാർച്ച് 1 കുറച്ച് കഴിയുമ്പോ തീരുമാനമായിട്ട് പറയും,
ഇനി എന്തായാലും ഏപ്രിലിൽ തുടങ്ങാം. കാരണം എന്താന്ന് വെച്ചാല് ഏപ്രിൽ ഫൂളൊക്കെ അല്ലേ. അപ്പൊ തുടക്കമാകുമ്പോ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ചില ആൾക്കാർ വിചാരിക്കും ഈ സമയം ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാം, ഏത് സമയത്താ പഠിക്കണത് ബെറ്റർ എന്നുള്ള കാര്യം, എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സോ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, നിങ്ങളെ ഡ്രീമിനെ നിങ്ങളൊന്ന് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയണം. റമദാൻ ഒന്ന് ഖുർആൻ ഓതാന്നല്ലാതെ പഠനമൊക്കെ കണക്കന്നെ ആയിരിക്കും മിക്കവാറും. ഈ റമദാൻ ഒന്ന് ഭയങ്കര ബർക്കത്തുള്ള സമയമാണെന്നൊക്കെ വിചാരിച്ച് പഠനം എന്ന് പറഞ്ഞാൽ വിചാരിച്ച അപ്പം ചെയ്യാൻ പറ്റണം. ചില സമയത്ത് നമ്മൾ വിചാരിച്ചാൽ നടക്കാതെ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ ബാക്കപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. ശരി, ഇനി ഡ്രീമിനെ സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ വരുന്നത്. ഒന്നാമത്തെ കാര്യം, ബി സ്പെസിഫിക് അബൌട്ട് യുവർ ഡ്രീം എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ കൃത്യമായി ടാർഗറ്റ് ചെയ്യണം. നിങ്ങൾ ഇപ്പോഴത്തെ സ്വപ്നം എന്താ? ഏകദേശം എപ്പോഴായിരിക്കും നമ്മൾ അഡ്വൈസ് മെമ്മോ വരിക? ഈ 4 ജില്ലയിലേക്കുള്ള എക്സാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമുക്ക് എപ്പം നമ്മുടെ അഡ്വൈസ് മെമ്മോ കിട്ടാൻ സാധ്യത ഉണ്ട്? 2025. സുമി പറഞ്ഞ 2025 പിന്നെ ഏകദേശം എപ്പോഴാണ് കിട്ടാൻ സാധ്യത? 2023 24, 25. ഓക്കെ, 2024 അല്ലെങ്കിൽ 2025 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അഡ്വൈസ് മെമ്മോ കിട്ടും, നമ്മൾ ഫസ്റ്റത്തെ റാങ്കുകളിൽ വന്നു കഴിഞ്ഞാൽ. ഇനിയിപ്പോ ഏറി കഴിഞ്ഞാൽ 2024 മുതൽ 2027 വരെ 3 വർഷത്തെ കാലാവധിക്കുള്ളിലാണ്. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഡ്രീം ചെയ്യണം. ഇപ്പൊ ചില ആൾക്കാർ സ്വപ്നം കാണുന്ന സമയത്ത് പറയും, നമുക്ക് എന്താ വാളേ, എനിക്ക് ഡോക്ടർ ആവണം, പിന്നെ എഞ്ചിനീയർ ആവണം, പിന്നെ അങ്ങനെ കുറേ സ്വപ്നങ്ങൾ. അതായത് കുറെ സ്വപ്നം ഒന്നുമില്ല. നിങ്ങളെ സ്വപ്നം എന്താ? ഗവൺമെന്റ് ജോലി, LPSA അധ്യാപനം. ഞാനിതിൽ LPSA മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണത് എന്താണെന്ന് അറിയോ? ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ കഴിവുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഹയർ സെക്കൻഡറി അധ്യാപകരാവാൻ, ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് ഇതിലുണ്ടെങ്കിൽ ബെനിഫിറ്റ് ആണ്. പക്ഷെ ഞങ്ങൾ HSAക്കും ഹയർ സെക്കൻഡറിക്കും ഒക്കെ വെവ്വേറെ പ്രോഗ്രാംസുകൾ വെക്കും. അതുകൊണ്ടാണ് ഞാൻ LPSA മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വലിയ ടീമുണ്ട്. അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് LPSA മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലൈക്ക് നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രീം LPSA അറബിക് എന്ന് പറയുന്ന സ്കൂൾ അസിസ്റ്റന്റ് അധ്യാപക പരീക്ഷയിൽ PSCയുടെ പരീക്ഷയിൽ ഉയർന്ന റാങ്ക് വാങ്ങുക എന്ന് പറയുന്നത് സ്പെസിഫൈ ആയിന്ന് കണ്ടങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ടേൺ യുവർ ഡ്രീം ഇൻടു എ ബേണിംഗ് ഡിസയർ എന്നാണ്. എന്താ ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞാൽ? എന്താ ബേണിംഗ് ഡിസയർ? എന്താണ് അർത്ഥം? പറയടാ. ബേൺ എന്ന് പറഞ്ഞാൽ എന്താ? കത്തുന്ന ഡ്രീമായി മാറാ. അങ്ങനെ കത്തല്ലോ. ഓക്കെ, എങ്ങനെ കത്തല്ലോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെല്ലാ ഏർപ്പാടും കഴിഞ്ഞിട്ടല്ലേ ഈ പഠനം എന്ന് പറയുന്നത്. ഇപ്പോ ഈ സാധാരണ നമ്മളിങ്ങനെ വിചാരിക്കും, ഈ എക്സാം എഴുതി പരീക്ഷന്റെ പേപ്പർ കിട്ടുമ്പോൾ കണ്ടില്ലേ ജി, നിങ്ങളിങ്ങനെ നോക്കിയിട്ട് പരീക്ഷ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഇതിപ്പോ ഉറപ്പാണ് കേട്ടോ, ഇതൊക്കെ എനിക്ക് അറിയണേനി നല്ല കിട്ടും, അടങ്ങാത്ത ആഗ്രഹം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കും, ഇത് ഞാൻ പഠിച്ചാണ്, ഇത് നല്ല എളുപ്പല്ലേ, ഇത് അക്സാമ് തശ്ബീഹ് അല്ലേ ചോദിച്ചില്ലേ. ഇതൊക്കെ അയച്ച ആൻസറിലേക്ക് വരുമ്പോഴേക്കും പഠിച്ചോനത്ത് എന്താണ് ഇപ്പൊ കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരും. നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം നിങ്ങൾ ഉറപ്പിക്കണം. ഞാൻ ഉറപ്പിച്ചു പറയാം, അടുത്ത പരീക്ഷ എന്ന് പറയുന്ന സാധനം ഇല്ല. അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ഇനി എക്സാം ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ കരുതിക്കോളേ. ഇനി വരുന്ന 3 ജില്ലയും കൂടി വിളിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കും എന്ന് വിചാരിച്ചിട്ട് ഏത് കാലത്ത് നമ്മൾ ഈ തീരുമാനം എടുക്കാൻ കഴിയുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പരീക്ഷ ഇല്ല, അത് കഴിഞ്ഞു. പരീക്ഷ റദ്ദാക്കാൻ പോവാണ് PSC റദ്ദാക്കി, ഇനി പരീക്ഷ ഇല്ല, അറബിക്ക് പരീക്ഷ ഇല്ല എന്ന രീതിയിൽ നമ്മളുടെ സ്വപ്നത്തെ, അറബിക് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നത്തെ അടങ്ങാതെ കത്തിക്കുന്ന ആഗ്രഹമായിട്ട്, ജീവിതത്തിന്റെ വലിയ സ്വപ്നമായിട്ട് നിങ്ങളുടെ എൻഡിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് സിസ്റ്റമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുന്നു മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്രാവശ്യം ജോബ് കിട്ടും ചെയ്യും. അത് ഏറ്റവും പ്രധാനമായി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായും അറിയേണ്ട ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രീം ഉണ്ട്, ഗോൾ ഉണ്ട്. ഡ്രീമും ഗോളും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അല്ലേ? പിന്നെന്താ വേണ്ടത്? എന്താണ് വേണ്ടത്?
ഡ്രീമും ഉണ്ട്, ഗോളുണ്ട്. വർക്ക് വേണം, ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്ക് വേണം, അല്ലെ? എഫേർട്ട് വേണം, സ്മാർട്ട് വർക്ക് വേണം, സ്റ്റഡി വേണം, സിസ്റ്റമാറ്റിക് വേണം. ഇതാണ് എഡ്ഫിൽ ലേണിംഗ് നിങ്ങൾക്ക് മുമ്പ് തരുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവരണം. നമുക്ക് ഡ്രീം ഒക്കെയാണ്. നമ്മുടെ ഡ്രീം എന്താണ്? ഗവൺമെന്റ് അറബിക് അധ്യാപകരാകുക എന്നുള്ളതാണ് നമ്മുടെ ഡ്രീം. നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്വപ്നമായിട്ട് നമ്മൾ ഗവൺമെന്റ് ജോലിയെ കണ്ടു. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇനി എങ്ങനെ പോകണമെന്ന് മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിക്കുക, ലോകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ലോകത്തുള്ള വ്യത്യസ്തമായ മേഖലകളിൽ ബേണിംഗ് ഡിസയർ, നമ്മൾ അന്ന് കണ്ട ആളുകളുടെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ, ആ സ്വപ്നങ്ങൾ ഇന്നിപ്പോ ഞാൻ പറഞ്ഞ 4-5 സംഭവങ്ങളില്ലേ, ഈ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ഗോളുമാണെങ്കിൽ നമ്മളത് ആക്ഷൻ പ്ലാനിലേക്ക് കൊണ്ടുവരണം. ആക്ഷൻ പ്ലാനിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ക്രിയേറ്റ് എ പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് ആക്ഷൻ ആക്കുക? ഇതിന്റെ പ്രശ്നം വെച്ചാല്, നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നു, എന്തൊക്കെയോ നമ്മുടെ സ്വപ്നമായിട്ട് വരുന്നു, നമ്മൾ കുറെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമ്മൾ പോകേണ്ട റൂട്ട് ക്ലിയർ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെന്താ സംഭവിക്കുക വെച്ചാല് ഇത് ഫ്ലോപ്പ് ആവും. ഞാൻ ഗ്യാരണ്ടി പറയാണ്. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ലക്ഷ്യമായിട്ട് എത്താൻ സാധിക്കുന്ന കാര്യം അത് ഓർഡറിലല്ലാതെ പോകും. പ്ലാൻ എന്താണ്? നമ്മുടെ പ്ലാനാണ് നമ്മൾ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത്. ഈ പ്ലാൻ അനുസരിച്ചാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് 2 PDF ആണ് ഇപ്രാവശ്യം കിട്ടുക. ഒന്ന് നിങ്ങൾക്ക് എഡ്ഫിൽഡ് സ്റ്റഡി മാസ്റ്റർ പ്ലാനും ഇതിലേക്ക് ഉപയുക്തമാക്കുന്ന LPSA അറബിക്കിന്റെ സബ്ജക്റ്റുകളും അതിന്റെ യൂണിറ്റുകളും അടങ്ങുന്ന ഒരു PDF കിട്ടും. ഇപ്പൊ സബ്ജക്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചാല്, ഇപ്പൊ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? ഇപ്പോൾ അവാർഡ്സുകൾ വരുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ പുതിയ സംഗതികൾ, കുറെ സംഗതി കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ കേരള റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ഇതിൽ കേരള റിനൈസൻസ് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ യൂണിറ്റുകൾക്കുള്ള ഒരു PDF അതേപോലെ തന്നെ നിങ്ങൾക്ക് മാസ്റ്റർ പ്ലാനിൻ്റെതും നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതാണ്. ശരി, നമുക്ക് പോവാം. നിങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ വേണം. ഇപ്പൊ സാധാരണ നിങ്ങളെ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാല്, സാധാരണ നമ്മൾ ചെയ്യുന്ന പ്ലാൻ എങ്ങനെ വെച്ചാല്, നമ്മൾ കുറച്ച് സമയം പഠിക്കും, ഇന്നത് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും, അടുത്തത് നാളെ പഠിക്കാൻ സമയം കണ്ടെത്തും. കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യോ. ഒരു ടൈം ടേബിൾ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് രാവിലെ എത്ര പഠിക്കണം, ഇന്നത് പഠിക്കണം എന്നുള്ളത് ടൈം ടേബിൾ ഉണ്ടോ? നോ 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 നോ. ഫസ്റ്റ് വേണ്ടത് പ്ലാനാണ്. ആ പ്ലാൻ ഇന്ന് ഞങ്ങൾ തരും. പക്ഷെ ഒറ്റ കാര്യം, പ്ലാന് തന്നിട്ട് പ്രിന്റും എടുത്തിട്ട് ഒക്കെ ഉഷാറാക്കിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ട് തലയണമ കിടന്ന് ഉറങ്ങിയാൽ ഈ സാധനം കിട്ടൂല കേട്ടോ, ഒരിക്കലും കിട്ടൂല. സാധാരണ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് നല്ല വൃത്തിക്ക്, നമ്മളൊക്കെ പ്രത്യേക കാര്യങ്ങള് കുറെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാവും, കുറെ പ്രിന്റ് ഉണ്ടാവും, കുറെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യും, കുറെ നോട്ട്സ് ഉണ്ടാവും, കുറെ നെഹ്വുൽവാദി അട്ടിക്കിട്ടുണ്ടാവും. ഇതെല്ലാം സെറ്റാക്കി ഇങ്ങനെ വെച്ച് അവസാനം ഇതൊക്കെ കിട്ടും എന്ന് വിചാരിച്ച കാര്യം. ഇത് പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 100 ദിവസത്തെ പ്ലാനാണ്. 100 ദിവസത്തെ 100 days സക്സസ് പ്ലാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. അറബിക് സ്റ്റഡി മാസ്റ്റർ പ്ലാനിൽ 100 ദിവസം നീണ്ടു നിൽക്കുന്ന പ്ലാൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഓരോന്ന് ക്ലിയർ ആയി മനസ്സിലാക്കി തരാം. ഒന്ന്, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങൾ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കി തരാം. എന്തൊക്കെ കാര്യങ്ങൾ ഒരു ആക്ഷൻ പ്ലാനിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ പറയാം. ഒന്ന് ഡേറ്റ്, 2 ഡേ, 3 ടാസ്ക്, നോട്ടഡ്, സ്റ്റഡീഡ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്ഡ്, റിവിഷൻ 1, റിവിഷൻ 2, റീകോൾ. ഇതെന്താന്ന് ഞാൻ വിശദീകരിച്ചു തരാം കേട്ടോ. ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് സ്റ്റാർട്ട് ടേക്ക് ആക്ഷൻസ്. നിങ്ങൾ നേരെ അതിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് പ്ലാൻ ആദ്യം സെറ്റ് ആക്കണ്ടേ? പ്ലാൻ ഇവിടെ റെഡിയാണോ അല്ലേ? ക്രിയേറ്റ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. നിങ്ങളുടെ സ്വപ്നം റെഡിയാണ്, നിങ്ങളുടെ
സ്വപ്നം റെഡിയാണ്? ഓക്കെ. നിങ്ങളുടെ സ്വപ്നം ഇവിടെ റെഡിയാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ചാറ്റ് വായിച്ചുകൊണ്ട് അതാണ് ഞാൻ എൻ്റെ കുറച്ച് നിന്ന് പോയത് കേട്ടോ. പിന്നെ സ്വപ്നം റെഡിയാണ്, നിങ്ങളുടെ ഗോൾ റെഡിയാണ്, എല്ലാം സെറ്റാണ്. പ്ലാൻ അല്ലാത്ത പ്ലാൻ ഇതാ ഞങ്ങൾ തരുന്നു. എഡ്ഫിൽ ലേണിംഗ് നിങ്ങൾക്ക് പ്ലാൻ തരുന്നു. പ്ലാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റാർട്ട് ടേക്കിംഗ് ആക്ഷൻസ്. ഇത് ആക്ഷൻ ആക്കി മാറ്റണം. ഈ പ്ലാനിനെ നിങ്ങൾ ആക്ഷൻ ആക്കി മാറ്റണം. മഹാനായ നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നിങ്ങളൊരു ഡ്രീം കാണുന്നു, ആ ഡ്രീമിനെ നിങ്ങൾ ഗോളാക്കുന്നു, ആ ഗോളിനെ നിങ്ങൾ ആക്ഷൻ ആക്കുന്നു, ആ ആക്ഷനെ നിങ്ങൾ റിയാലിറ്റി ആക്കുന്നു. നിങ്ങൾ സെറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരാനുള്ള സിസ്റ്റം ഭയങ്കര രസകരമായ പ്ലാൻ ഇടുന്നത്. ഈ പ്ലാന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നിങ്ങൾ എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നിങ്ങൾ എത്ര പോവാനുണ്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ എത്ര പോയിട്ടുണ്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാവും. വെറും നമ്മൾ നൽകുന്ന ഈ PDF മാത്രം പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഉറപ്പിച്ച് പറയാം, പല ആൾക്കാരും പ്രിന്റ് എടുക്കും. പ്രിന്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ എടുത്തു വെക്കരുത്. ദയവേത് അതിനാണെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. എല്ലാവരും നിങ്ങൾ ഇപ്പം തന്നെ ഈ സൂമിൽ നിന്ന് ഔട്ട് ചെയ്ത് പോവാ. അതായത് ഈ പ്രോഗ്രാം ചെയ്യൂല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി 100 ദിവസമാണ്. എക്സാം എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മള് എപ്പോഴാ എക്സാം അതും അറിയില്ലേ? ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലല്ലേ നമ്മുടെ പ്ലാൻ വന്നത്. അതിൽ ജൂണോ ജൂലൈയോ ഓഗസ്റ്റോ വരും. പക്ഷെ ആ നമ്പർ കണ്ടതിന് അടിസ്ഥാനത്തിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് വരാൻ സാധ്യത ഉള്ളത് ഓഗസ്റ്റിലായിരിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എക്സാമിനേഷൻ കേരള PSC പെട്ടെന്ന് ഒരു 2 എക്സാം ഡിലേ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഗസ്റ്റിലുള്ള സെപ്റ്റംബറിലേക്കൊക്കെ മാറും. പക്ഷെ ഞാൻ അതൊന്നും പറയില്ല. 100 ദിവസം കഴിഞ്ഞ പരീക്ഷയാണ്. 100 ദിവസം കഴിഞ്ഞ പരീക്ഷയാണ്. 100 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്ലാൻ തീർന്നു സാർ, ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ നമ്പർ തരാം, അടുത്ത പ്ലാൻ തരാം. ഓക്കെ, അടുത്ത പ്ലാൻ റെഡിയാണ് ഇവിടെ. പക്ഷെ 100 ദിവസം കഴിഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ക്ലിയർ ആയി നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയും. ഈ LPSAയിൽ നിങ്ങൾ ചെയ്യേണ്ട സംഗതി ടേക്കിംഗ് ആക്ഷൻ. ആക്ഷൻ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗെറ്റ് ഷോർട്ട് ടൈം ഗോൾസ് എന്നതാണ് ഫസ്റ്റ് പോയിന്റ്. ഗെറ്റ് ഷോർട്ട് ടൈം ഗോൾസ് എന്ന് സംഭവിച്ചാല് ചില ആൾക്കാരുണ്ട്, 1-ാം തീയതി തുടങ്ങാണ്, ബിസ്മിയൊക്കെ ചെല്ലി ഒക്കെ സെറ്റാക്കി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ റെഡിയാക്കി ഒക്കെ തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ ഏതാ പഠിക്കാന്ന് അങ്ങനെ ആലോചിക്കാം. അപ്പൊ ഇങ്ങനെ വിചാരിച്ച് നെഹവ് വേണ്ട, അതെ നെഹവ് എനിക്ക് വലിയൊരു താല്പര്യമില്ല. ബലാഗ തീരെ വേണ്ട. കാരണം എന്താ വെച്ചാൽ അത് മറ്റേ അക്സാമും മറ്റേ ഇതൊക്കെ ഉണ്ട്, തെഷ്ബീഹൊക്കെ പിന്നെയും മനസ്സിലാവും. മറ്റേ ഇൽമുൽ ബയാനും കഴിഞ്ഞ് മാനിക്കൊക്കെ എത്തി കഴിഞ്ഞ് ഹബറും ഇൻഷാവും ഒക്കെ ആകെ അലമ്പാണ്. പോട്ടെ, ഒഴിവാക്കി. ഞാൻ GK കറണ്ട് അഫയേഴ്സ് തുടങ്ങാൻ തുടങ്ങി ബിസ്മിയിൽ തുടങ്ങാൻ വെച്ചിട്ട് അതും തീരുമാനമാക്കി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കാലേക്ക് GK കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇപ്പം പഠിച്ചിട്ട് എന്താ കാര്യം? കുറച്ച് ഞാൻ മറന്നൂല്ലേ. അവസാനം അത് മനസ്സില്ലാ മനസ്സോടെ ഏതെങ്കിലും ഒരു സാധനത്ത് തുടങ്ങുമ്പോൾ ഈ തുടങ്ങുമ്പോത്തിന് നമ്മളെ മൈൻഡില് കൃത്യമായൊരു വിഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ പല ആൾക്കാർക്ക് സംഭവിക്കണം എന്താ അറിയോ? ചില കാര്യങ്ങൾ എന്താ ചോദിച്ചാല് കുറേ സാധനം അടിപൊളിയായിട്ട് പഠിക്കും. ഇപ്പൊ നെഹവ് ഉഷാറായിട്ട് പഠിക്കും, ബല ഔട്ടാവും. ബല ഉഷാറാക്കും, തുർക്കുതദ്രീസ് പോയി പോകും. ഇതെല്ലാം കൂടി ഒരു സിസ്റ്റമാറ്റിക്കൽ ആയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ ഇതിന്റെ കൂടെ തരുന്ന ഒരു സാധനം എന്താ വെച്ചാല് എല്ലാ സബ്ജക്ട് ഇപ്പൊ എഡ്ഫിലിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റും, സബ്ജക്റ്റും യൂണിറ്റും നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് തരുന്ന എന്തിനാന്ന് വെച്ചാല് കറക്റ്റ് ആ മെത്തഡോളജി അനുസരിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ. അതിന്റെ PDF എന്റെ ഫോൺ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് അയച്ചു തരും PDF. പിന്നെ ഇപ്പൊ ഉദാഹരണത്തില് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നെഹ്വിലെ ജുംല മുഫീദ എന്ന് പറയുന്ന ഭാഗം, അൽ ജുംലത്തുൽ മുഫീദ വാജിസാവു എന്ന് പറഞ്ഞതാണെങ്കിൽ ഇത് നമ്മൾ പഠിച്ച് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ നമ്മുടെ ഈ ഒരു സ്റ്റഡി മാസ്റ്റർ പ്ലാൻ വിചാരിച്ചാൽ കഴിയും. അല്ലെങ്കിൽ നമ്മൾ നോക്കിയില്ല നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് നമ്മൾ പഠിക്കാത്തത് ഏതാണ്, പഠിക്കുന്നത് ഏതാണെന്നുള്ളത് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻ അനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണുള്ളത് ഒന്നാമത്തെ ഗെറ്റ് ഷോർട്ട് ടൈം ഗോൾസ് എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നായിട്ട് പഠിക്കാൻ ഒരിക്കലും നിൽക്കരുത്. പ്രത്യേകിച്ച് ചില ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുക എത്ര സമയം പഠിക്കണമെന്ന്. നമുക്ക് Q&A ഉണ്ടാവും കേട്ടോ ലാസ്റ്റേക്ക്. പിന്നെ നിങ്ങൾക്ക് എത്ര ടൈം പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചിലക്കാർ 5 മണിക്കൂർ ആയിക്കോട്ടെ, എന്നാൽ നാളെ 5 മണിക്കൂർ തുടങ്ങാന്ന് ഒരിക്കലും കഴിയൂല മക്കളെ. 5 മണിക്കൂർ നാളെ തന്നെ തുടങ്ങാറിനാലും നടക്കൂല. അപ്പൊ നമ്മള് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും ഫസ്റ്റ് ഡേറ്റ് ഇടാം. ഇപ്പൊ ഇന്ന് ഏതാ ദിവസം? 12-ാം തീയതി അല്ലേ? നാളെ തുടങ്ങാന്ന് വിചാരിച്ചോളെ. ഫോർ എക്സാമ്പിൾ ഈ ലോട്ടറിന്റെ മാതിരി ആവരുത്. ഇന്നിപ്പോ ഈ ആവേശത്തിലൊക്കെ പോയിട്ട് നാളെ നിങ്ങൾ പഠിക്കാണ്ടിരിക്കരുത്. പഠിക്കുന്ന ഉറപ്പുള്ളത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഡേറ്റ് ജസ്റ്റ് നമ്മുടെ പ്ലാനിൽ എഴുതാം. പിന്നെ ഡേ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണെന്ന് അറിയോ?
100 ദിവസമാണ്. അപ്പൊ നമ്മൾ ഏതാണ് ഇതാ 2 രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഡേ 1 എന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഡേ 100 എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും തുടങ്ങാം. ഇങ്ങനെ 2 ഓപ്ഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞങ്ങൾ PDF തരുന്നത് ഡേ 1 വെച്ചിട്ടാണ്. അപ്പൊ ഡേ 1 അപ്പൊ നാളത്തെ ഒരു ദിവസമാണ് കേട്ടോ. നാളത്തെ ഒരു ദിവസം സെറ്റ് ചെയ്ത് നാളത്തെ ഒരു ദിവസം ഒരു സബ്ജക്ട് പറയും, ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ ഒരു ഭാഗം പറയും. ഞാനിത് മ്യൂട്ടാക്കി എന്താണെന്ന് അറിയോ സംഭവം, നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി കിട്ടാതിരിക്കാനാണ്. കിട്ടുന്നത് തടസ്സമാകുമെന്ന് വിചാരിച്ചിട്ടാട്ടോ കുറെ ആൾക്കാർ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലത്തിന് ചാറ്റ് ചെയ്യുക, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓൺ ആക്കി തരാം. അദബ്, ഓക്കെ. അദബില് അറൂല നെഹ്ബ് അല്ല, ഒരു സബ്ജക്റ്റും പറയണം, അതിന്റെ ഒരു യൂണിറ്റും പറയണം. സബ്ജക്റ്റും ഒരു ഏരിയയും പറയും. യൂണിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ അദബാണെങ്കിൽ അദബിനെ തന്നെ നമുക്ക് ജാഹിലി, അമവി, അതേപോലെ അങ്ങനെ കുറെ സാധനം ആക്കല്ലോ. ഇപ്പൊ ബലായ ആണെങ്കിൽ ഇൽമുൽ ബയാന്, ബദി, ഇൽമുൽ മആനി, അങ്ങനെ 3 ആക്കുമല്ലോ. അങ്ങനെ കുറെ സംഗതികൾ. ഓക്കെ, മതി മതി മതി, സാധനം കിട്ടി. അപ്പോ നമ്മൾ നാളെ അദബ് പഠിക്കാൻ പോവാണ്. അദബില് ജാഹിലിയ പഠിക്കാൻ എത്ര സമയം എടുക്കും? ഇത് പ്രാക്ടിക്കൽ സെഷൻ ആട്ടോ. നിർത്തി ഞാൻ ഒരു സ്റ്റോപ്പിലേക്ക് എത്തി. അദബാണ് എടുക്കാൻ പോണത്, ജാഹിലിയാണ് പഠിക്കാൻ പോണത്. എത്ര ടൈം എടുക്കും ജാഹിലിയ പഠിക്കാൻ? ഇതെങ്ങനെയാ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഈ പ്ലാന് ഞാൻ പറഞ്ഞതുപോലെ വർക്കൗട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് പ്ലാൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. അദബിൽ ജാഹിലിയ 3 ദിവസം സജീന പറഞ്ഞ, വേറെ ആർക്കും അഭിപ്രായം ഉണ്ടോ? അദബിൽ ജാഹിലിയ പഠിക്കാൻ എത്ര സമയം എടുക്കും? 3 ദിവസം. എത്ര മണിക്കൂറാണ് സജീന ഉദ്ദേശിച്ചത്? ദിവസം മണിക്കൂർ എന്ന് പറയാൻ പറ്റും എനിക്ക്? മണിക്കൂർ ആയിക്കോട്ടെ, പഠിക്കാനുള്ള മണിക്കൂർ 5 മണിക്കൂർ. 5 മണിക്കൂർ അല്ല, ആകെ 1 മണിക്കൂറാണ് പഠിക്കുക അദബുൽ ജാഹിലി. ഒരു ദിവസം എനിക്ക് ടോട്ടൽ ഹവറാ കിട്ടണ്ടേ എന്ന് വെച്ചാല്, നിങ്ങൾ പറയാണ് 10 മണിക്കൂർ കൊണ്ട് ജാഹിലിയെ പഠിക്കാൻ പറ്റും. 3 മണിക്കൂർ, രണ്ട് ഡേ അല്ല, 3 മണിക്കൂർ. 8 മണിക്കൂർ തൗഹീദ, 9 മണിക്കൂർ. നെക്സ്റ്റ് എനിക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയും കേട്ടോ. 10 ഡേയ്സ് 10 അവർ. ജാഹിലിയത്തില് അംറുൽ ഖൈസ ടീം മൊത്തം നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഒരു വളരെ ചുരുക്കിയിട്ടൊരു 6 മണിക്കൂർ എന്ന് പറയുന്ന സാധനം എത്താം. ഇത് വേറെ ഒന്നും കേട്ടോ, സാറ് പറഞ്ഞ 6 മണിക്കൂറാണ്. പിന്നെ 6 മണിക്കൂറാണ് പഠിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ 6.5 പഠിക്കൂല എന്ന് വിചാരിച്ച് നിൽക്കരുത്. ഇതൊക്കെ അവനവന്റെ പഠനവും സ്കില്ലിനും അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. സ്കില്ലുകളൊക്കെ അനുസരിച്ചൊക്കെ മാറേ. ഈ ഒരു കാര്യം, 6 മണിക്കൂർ പഠിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു. നമ്മുടെ ടാസ്ക് ആണ്, ബിഗ് ടാസ്ക് ആണ് നമ്മൾ 6 മണിക്കൂർ പഠിക്കുക എന്നുള്ളത്. ജാഹിലിയാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമ്മൾ സെറ്റാണ് 6 മണിക്കൂർ. ഒരു ദിവസം പരമാവധി എത്ര പഠിക്കാൻ പറ്റും? തുടക്കത്തിലുള്ള ഒരാൾ പറഞ്ഞാൽ, ഹെവി റേഞ്ചിലുള്ള ആൾ എനിക്ക് വേണ്ട, തുടക്കത്തിലുള്ള ഒരാൾ വരെ എത്ര പഠിക്കാൻ പറ്റും? 1 അവർ 2 അവർ. അവനവന്റെ എല്ലാ ഷോയിലും കഴിഞ്ഞ് കല്യാണവും തക്കാരും സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ കഴിഞ്ഞിട്ട് മതിയില്ലേ 1 മണിക്കൂർ? ശരിയാക്കി തരാട്ടങ്ങളെ. 3, 2 അവനവന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ. ഇടക്ക് മന്തി അടിക്കാൻ പോണോ, ഇടക്ക് ട്രിപ്പ് അടിക്കാൻ പോണോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡ്യൂട്ടി 12 മണിക്കൂറുണ്ട്. അതിനൊരു കുഴപ്പമില്ല. ബാക്കി 12 ഇല്ലേ? ഡ്യൂട്ടി 12 മണിക്കൂറല്ലേ ഉള്ളൂ. ഗൾഫിലൊക്കെ ആൾക്കാർ 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അലക്കലും പിന്നെ ഡ്രസ്സ് റെഡിയാക്കി വെക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡും പരിപാടിയൊക്കെ അല്ലേ ഡെയിലി 5 അവർ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തുടക്കം എന്നുള്ള എനിക്ക് ഒരു 3 മണിക്കൂർ എടുക്കാം. ഞാൻ 3 മണിക്കൂർ എടുത്ത് സ്റ്റോപ്പ്. 3 മണിക്കൂർ. അപ്പൊ നമുക്ക് ജാഹിലിയ പഠിക്കാൻ എത്ര ദിവസം വേണം? എത്ര ദിവസം വേണം? ഡെയിലി 3 മണിക്കൂർ ആണെങ്കിൽ 2 ദിവസം. വെരി ഗുഡ്, 2 ദിവസം. ഈ 2 ദിവസം നമ്മൾ എന്താ ചെയ്യുക വെച്ചാല്, ജാഹിലിയനെ 10 ടാസ്ക് ആക്കി വെക്കാണ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. 10 ടാസ്ക് ആക്കിയിട്ട് നമ്മൾ മാറ്റും. 2 ദിവസം 6 മണിക്കൂർ അദബുൽ അറബിക് ലിറ്ററേച്ചർ ആണ് പഠിക്കുന്നത്. ജാഹിലിയാണ്. ജാഹിലിയനെ നമ്മൾ 10 ടാസ്ക് ആക്കി വെക്കും. 6 മണിക്കൂറിനെ നമ്മൾ 10 ടാസ്ക് ആക്കി മാറ്റുകയാണെങ്കിൽ 6 ഹരിക്കണം 10 എത്രയാണ്? കണക്കിൽ തോറ്റോണ്ടാണ് ഇപ്പൊ അറബി കോളേജിൽ എത്തിയെന്ന് പറയുന്ന ആരും ഇല്ലല്ലോ അതില്. അപ്പൊ പറഞ്ഞോ എത്ര വരെ? 6 ഹരിക്കണം 6 മണിക്കൂറെ ഹരിക്കണം 10 എത്രയാണ്? അല്ല, അത് ആലോചിക്കാണ് ഇങ്ങനെ കൂട്ടുക. 6, 3, 6 എത്ര മിനിറ്റ് ആണ്? എത്ര മിനിറ്റ് പറയും?
എത്ര മിനിറ്റ് നിങ്ങൾ ചിരിക്കാണ്ട് കാര്യം പറഞ്ഞേരി. എനിക്ക് മിനിറ്റാ കിട്ടണ്ടേ. ഇത് ചിരിച്ചിട്ട് നിങ്ങൾ ആലോചിക്കല്ലോ ഇത് പറയാൻ പറ്റുമെന്നല്ലേ. നടക്കൂല. 30 ആ 3 മിനിറ്റാ. 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ഇതാണ്, പിന്നെ എത്ര മിനിറ്റ് ആണ് മൊത്തം കൂട്ട്, എത്ര മിനിറ്റാ? 1 മണിക്കൂർ പറഞ്ഞാൽ എത്ര? ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ രസം എന്താ അറിയോ, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ 360 മിനിറ്റ് ഓക്കെ ആണോ? 360 മിനിറ്റ് സെറ്റ്. 360 മിനിറ്റ് ആണ്. റെഡിയാണ്. ഞാൻ വിചാരിച്ചു ഇനി കണക്കും കൂടി പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ 360 മിനിറ്റ്. അപ്പൊ 360 മിനിറ്റ് അപ്പൊ എത്ര? ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? എത്ര മിനിറ്റ് ആണ്? എത്ര മിനിറ്റ് ആടോ? 360 ഹരിക്കണം 10, 36. ക്ലിയർ? ഷെരീഫേ കഴിഞ്ഞ്, സാബര വിട്ട്. അപ്പോ 36 മിനിറ്റ് ആണ് ഒരു ടാസ്ക്. നിങ്ങൾ ഒരിക്കലും 36 മിനിറ്റിൽ കൂടുതൽ പഠിക്കരുത്. 36 മിനിറ്റിന്റെ ഒരു ടാസ്ക് വെക്കുക. ഇപ്പം പഠിക്കണ 36 മിനിറ്റിൽ ഉംറുൽ കൈസും പിന്നെ സുഹൈർ ബിൻ നബി സലമയാണെങ്കിൽ അവിടെ അങ്ങോട്ട് നിർത്തുക. അങ്ങനെ ഈ 10 ടാസ്ക് ആക്കി വെച്ചിട്ട് ഓരോ ടാസ്കുകളും നിങ്ങൾ അവിടെ എഴുതി വെക്കുക. അതിനാണ് ഇവിടെ ടാസ്ക് എന്ന് പറയുന്ന ഒരു കോളം. ഓക്കെ, ടാസ്ക് എന്ന് പറയുന്ന ഒരു കോളം. ഈ ടാസ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ട് ആദ്യം ചെയ്യുന്ന പണി, ആദ്യ ടാസ്ക് ചെയ്ത് എല്ലാ ടാസ്കും എഴുതി പോകരുത്. ഒരു ടാസ്ക് ചെയ്താൽ അത് അതിന്റെ അപ്പുറത്ത് കണ്ടോ എന്താ എഴുതിയത്? നോട്ടഡ്. അത് നോട്ട് എഴുതിയോന്ന് നോക്കുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ്, ക്ലാസ്സുകൾ കണ്ടോളി. ക്ലാസ്സുകൾ ഒരുപാട് കോച്ചിങ്സുകൾ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞുതരാം, ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങളെ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം കേട്ടോ. 2 ദിവസമായിട്ടുള്ള 6 മണിക്കൂറാണ് നമ്മൾ അദബുൽ ജാഹിലി പഠിക്കാൻ വേണ്ടി എടുക്കുക. ഇതെല്ലാം നിങ്ങൾ മാറ്റട്ടോ, നിങ്ങളുടെ സബ്ജക്ട് യൂണിറ്റിലേക്കൊക്കെ മാറ്റുക. അതിനുള്ള ഉപയുക്തമായ ഒരു PDF ഞങ്ങൾ തരുന്നുണ്ട്. ഈ രണ്ടും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് 6 മണിക്കൂറാണ് നമുക്ക് പഠിക്കണേ. 2 ദിവസം കൂടി നമ്മൾ പഠിക്കാൻ വേണ്ടി 6 മണിക്കൂറാണ്. അപ്പൊ 36 മിനിറ്റ് ആണ് നമ്മൾ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത്. ആ ടാസ്ക് നമ്മൾ വിചാരിക്കുക. അപ്പൊ ഉദാഹരണം ഉംറുൽ ഖൈസിനെ കുറിച്ച് പഠിക്കാനാണ് 36 മിനിറ്റ് എടുക്കണമെങ്കിൽ 36 മിനിറ്റ്, അങ്ങനെ എക്സാമ്പിൾ പറയാണ് കേട്ടോ. അല്ലെങ്കിൽ ഖുത്തബ ഉൽ ജാഹിലിയ ആണെങ്കിൽ, ജാഹിലിയ കാലഘട്ടത്തിലെ ഹത്തീബ്മാരെ കുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ നമ്മളെ ഇഷ്ടം പോലെ ടാസ്ക് ചെയ്യാം. ആ ടാസ്ക് നിങ്ങൾ ഇവിടെ എഴുതുക. നിങ്ങളെ PDF പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുക്കണം കേട്ടോ. ഇനി ചില ആൾക്കാരെ വയ്ക്കരുത്, സാർ പ്രിന്റ് എടുക്കാതെ വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ആലോചിക്കരുത്. ഈ ഉഡായിപ്പ് എന്ന് പറഞ്ഞാല് ഈ മലയാളീസിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്താ പറയുക, നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയാൽ, ഞാൻ 1-2 രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഈ എങ്ങനെ ഒരു പണി എടുക്കാൻ പറ്റൂല എന്നാലിട്ട് സാധനം കിട്ടണം. ഒരു പണി എടുക്കരുത് എന്നാ സാധനം കിട്ടണം. പക്ഷെ പഠിക്കാന് പറ്റൂല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ കേട്ടറ്റിന്റെ കോച്ചിങ് ഇവിടെ അടുത്തുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കച്ചറ ഉണ്ടാക്കുന്ന കുട്ടികൾ പോലാണ്. ഓലെ പ്രശ്നം എന്താ അറിയോ? കേട്ടറ്റ് സാർ കിട്ടണം, പഠിക്കാനോ സാർ പഠിക്കാൻ പറ്റൂല. എന്താ പഠിക്കാൻ അല്ല, പഠിക്കാൻ സമയമില്ല. അപ്പൊ പഠിക്കാൻ സമയമില്ല, കേട്ടറ്റ് കിട്ടും വേണം. പണ്ട് മറ്റേ മോഹൻലാൽ പറഞ്ഞ ഓർമ്മയില്ലേ ഞങ്ങൾക്ക്? ഏതൊരു പടത്തില് 150 റുപ്യ വാടക തരാം, കാറ് കയറണം, വലിയ വീടാവണം, അതേമാതിരി അടിപൊളി ഗാർഡന് സൗകര്യങ്ങളൊക്കെ വേണം. ശ്രീനിവാസൻ പറഞ്ഞില്ലേനോ, എല്ലാ സൗകര്യം വേണം. എത്ര റുപ്യ വാടക കൊടുക്കുക ചോദിച്ചില്ലേ? ഒരു 100-150 റുപ്യ കൊടുക്കാറില്ലേ? അത് നടക്കൂല മക്കളെ. പണിയെടുക്കുകയാണെങ്കിൽ മാത്രം ഈ പണിക്ക് നിന്നാ മതി, അല്ലെങ്കിൽ നിൽക്കരുത്. അപ്പോ ഇതിൽ ഉഡായിപ്പ് തന്ത്രങ്ങളൊന്നുമില്ല. സ്വന്തമായി പ്ലാൻ ചെയ്യുക, പഠിക്കാം. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യണ നിങ്ങളെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം പ്രൊഡക്റ്റ് ആക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ട പണി നോട്ടഡ് എന്നുള്ളടത്ത് ടിക്ക് ഇടാണ്ട്. നോട്ടഡ് പറഞ്ഞാൽ എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്താ വെച്ചാല്, എഴുതി പഠിക്കാം. എഴുതി പഠിക്കുക പറഞ്ഞാല് കുറെ പ്രിന്റഡ് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ, ഇപ്പൊ നമ്മളെ എഡ്ഫിലൊക്കെ ഈ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യലുണ്ട്. പക്ഷെ ഈ പിന്നെ പ്രിന്റഡ് സാധനങ്ങൾ, ഞാൻ മക്കളോട് എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് തരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സമാധാനത്തിനാണ്. ഒരിക്കലും നിങ്ങൾ നോക്കിനെ ചെയ്യരുത്. നിങ്ങളുടെ കിതാബ് നോക്കി നിങ്ങളുടെ അധ്യാപകരെ വെച്ചിട്ട് ക്ലാസ് എടുത്ത് പഠിക്കുമ്പോൾ കറക്റ്റ് എഴുതി പഠിക്കാം. അല്ലാണ്ട് ഈ പണിക്ക് നിൽക്കരുത്, എഴുതി പഠിക്കുക. എന്നാ മറക്കൂല. 2 കാര്യമാണ്. റിമൈൻഡിങ്, നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയുമ്പോൾ പറയും ചെയ്യും, നമ്മൾ മനസ്സിലേക്ക് വരും. അപ്പൊ നോട്ടഡ് എന്ന് പറഞ്ഞാൽ നോട്ട് എഴുതി വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. നമ്പർ 2, നോട്ട് എഴുതി വെച്ചിട്ട് കാര്യമില്ല. നോട്ട് ചെയ്ത് വെക്കുമ്പോൾ 2 മെന്റലി സൈക്കോളജിക്കലി NLPയിൽ പറയുന്ന ഒരു സാധനമാണ്. ഒന്ന്, നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി എഴുതുക എന്ന് പറയുന്നത് തന്നെ വായിക്കുകയാണ്, അല്ലെ? മറ്റേ ആരോന്ന് പറഞ്ഞില്ല, എനിക്ക് എഴുതാൻ അറിയുള്ളൂ സാറെ വായിക്കാൻ അറിയില്ല പറഞ്ഞ പോലെയല്ല.
എഴുതാനും അറിയണം, വായിക്കാനും അറിയണം. നിങ്ങൾ എവിടെ പോയി ബാക്കിയുള്ള ഒരു 2-3 ആൾക്കാർ വീഡിയോയിൽ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ആവേശം ഉണ്ടായിരുന്നു. ഇതിപ്പോ ആരും ഇല്ല കേട്ടോ. ഇസാൻസി, ആബിദ, എല്ലാരും വരി. നിങ്ങളിത് ഒരു ആക്റ്റീവ് മോഡ് വേണ്ടേ? ശരി. അപ്പോ ചില ആൾക്കാർ ഈ അടുക്കളയിൽ ഈ ചൂടുന്നതിന്റെ ഇടയിലാണ് ഈ സാധനം കേൾക്കണമെങ്കിലും നടക്കൂല കേട്ടോ. അതാ ഞാൻ ശരിക്കും നിങ്ങളെ ബുക്കിൽ നോട്ട് പാഡൊക്കെ വെച്ചിട്ട് ഇരുന്ന് ക്ലാസ് അങ്ങനത്തെ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഉള്ളത് നോട്ട് ചെയ്ത് പിന്നെ സ്റ്റഡിയിൽ ടിക്ക് ഇടാം. അപ്പൊ ടിക്ക് ഇടാൻ എല്ലാം ചില ആൾക്കാർക്ക് ഉണ്ടാവും എല്ലാം നോട്ട് ചെയ്ത് പോവാന്ന്. എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മള് ആദ്യം പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക ഒരു സാധനം, അത് സ്റ്റഡി ചെയ്യുക, അറ്റ്ലീസ്റ്റ് സ്റ്റഡി ചെയ്യുക. പിന്നെ ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എഴുതിയത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്ഡ് എന്നാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കേരള ഗവൺമെന്റ് നിങ്ങളോട് പറയാണ് LPSC അറബിക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ചിലപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കുക. അടുത്തറിയണ ഓരോന്നും പറയില്ല. ഞങ്ങളൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ഒരു വർഷങ്ങളായിട്ട് ഞാൻ വർക്ക് ചെയ്ത സമയത്ത് പ്രിൻസിപ്പൽ ആയിരുന്നു. വർഷങ്ങളായിട്ട് അദ്ദേഹം PSCക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളാണ്. ആള് റിട്ടയർഡ് ആവണ വരെ പറഞ്ഞില്ല. കാരണം നമ്മളോട് പറഞ്ഞിങ്ങനെ കൊടുക്കുമല്ലോ. മാത്രല്ല 1 ഓഫ് ദ സെറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്തിട്ട് ഈ ഒരു 100 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കൊണ്ടുവരാം. സാധാരണ സർവീസിലുള്ള ആൾക്കാർക്ക് അറിയാം കുറേ ക്വസ്റ്റ്യൻ ബൾക്ക്. ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. ഇപ്പൊ എന്റെ പണി എന്താ വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് യൂണിവേഴ്സിറ്റി ഓൾക്ക് അറബിയെന്ന് അറിയാത്ത ലെവലിൽ ഒരൊറ്റ സാധനം വലിക്കും. ആ വലിക്കനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എങ്ങനെയാ വെച്ചാൽ, ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഇപ്പൊ എഡ്ഫിൽ ഡിസ്കഷൻ ടാബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡിസ്കഷൻ ടാബിളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര മടിയന്മാരാണെങ്കിൽ നമ്മളെ ബാഹിറ മിസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് മെന്ററിങ്ങിൽ. പിന്നെ ആഴ്ചയിൽ 5 ക്വസ്റ്റ്യൻ ഒരു കുട്ടി നിർബന്ധമായി ഉണ്ടാക്കണം. 5 ക്വസ്റ്റ്യൻ ആഴ്ചയിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ 10 ആഴ്ച ആയാലും 50 ക്വസ്റ്റ്യന്. 50 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 100 കുട്ടികൾ ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 50 × 100 ഓട്ടോമാറ്റിക്കലി 5000-ലധികം ക്വസ്റ്റ്യനിലേക്ക്, അല്ലെങ്കിൽ 2000 ക്വസ്റ്റ്യനിലേക്കും 5000 ക്വസ്റ്റ്യനിലേക്കും ഒക്കെ പിന്നെ ഭയങ്കര ക്വാളിറ്റിയിലേക്ക് വരുന്ന ഒരു സംഗതിയാണ് പുതിയ സിസ്റ്റം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇപ്പൊ പറയുന്നതാണ്. അതിൽ തന്നെ കുറെ ഉടായ്പന്മാരുണ്ടെന്ന് എനിക്കറിയാം. വേറെ എവിടെയെങ്കിലും ഒക്കെ എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാം, ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. പിന്നെ പ്രാക്ടീസ് ചെയ്യുക. അതിന് പല സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ഏതാണെങ്കിലും ഇപ്പൊ എഡ്ഫിലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആപ്പിൽ നമ്മുടെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കിപ്പോ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലേക്ക് എത്തും. ഇനി എഴുതിയിട്ടാണെങ്കിൽ എഴുതിയിട്ടുള്ളത് ദാറ്റ്സ് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ റിവിഷൻ 1 ആണ്. ഇത് പഠിച്ചതിന് ശേഷം റിവിഷൻ 1 ഇപ്പൊ എടുക്കരുത് കേട്ടോ. ആദ്യം നോട്ടും സ്റ്റഡിയും ക്വസ്റ്റ്യൻ പ്രാക്ടീസും മാത്രം ചെയ്തിട്ട് സകല യൂണിറ്റും സബ്ജക്റ്റും പഠിച്ചെന്ന് ഉറപ്പുവരുത്താം. ഇത് തികയാത്ത ആൾക്കാർ ടാസ്ക് വലുതാക്കണമെങ്കിലും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വലുതായിക്കോളി. ഞാൻ 5 ടാസ്ക് ആക്കിയതെന്ന് വെച്ചാൽ ഈ 5 ടാസ്കിന്റെ ഇടയിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കണം. ഒരു ടൈമിൽ മാത്രം ഇരിക്കരുത്. ഞാൻ ആ വിഷയം ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞ സമയം 1 മണിക്കൂറായിട്ടോ. എനിക്കൊരു 10-20 മിനിറ്റ് കൂടി വേണം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യണം. ഈ കഥ പറഞ്ഞു പോയാൽ കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ടാണ്. ശരി, റിവിഷനും 1ഉം 2ഉം നിങ്ങൾ ഇപ്പം ചെയ്യരുത്. റിവിഷനും 1ഉം 2 എന്ന് പറഞ്ഞാൽ റിവിഷന്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടി പഠിക്കാം. ദെൻ ലാസ്റ്റ് 1 ഈസ് റീകോൾ എന്ന് പറഞ്ഞാൽ എന്താ? റീകോൾ എന്ന് പറഞ്ഞാൽ അറിയോ? റീകോൾ എന്താ? റീകോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും മെമ്മറി, റിമെമ്പർ. വെരി ഗുഡ്, തിരിച്ചു പിടിക്കാം. അതന്നെ മെമ്മറിക്ക്. ആ പണി എന്താണെന്ന് അറിയോ? നോട്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാന്ന് പറഞ്ഞ പരിപാടിയൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഫസ്റ്റ് തന്നെ എല്ലാ ഏരിയയിലും ഇപ്പോൾ ബലാഗ ചെയ്യുക, നഹ്വ് ചെയ്യുക, പിന്നെ അറൂല ചെയ്യുക, മറ്റുള്ള ചെറിയ ചെറിയ ടോപ്പിക്സുകൾ ഉണ്ടല്ലോ അത് ചെയ്യാം, പിന്നെ ടീച്ചിങ് മെത്തഡോളജി ചെയ്യാം, GK കറണ്ട് അഫയേഴ്സ് ചെയ്യാം, പിന്നെ കേരള റിനൻസൻസ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു സുഖം തരങ്ങള് നമ്മൾ പഠിക്കാത്തൊരു സാധനം ഉണ്ടാവില്ല ഇതില്. നമ്മൾ സെറ്റാണ്. കാരണം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ആർക്കാ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കഴിയും? നിങ്ങളാഴ്ച നോക്കി, ലോകത്തിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഉണ്ടാക്കി, എല്ലാ ഏരിയയും നമ്മൾ പഠിച്ച്. പിന്നെ ഇപ്പൊ ഗവൺമെന്റിന് ഇപ്പൊ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കഴിയൂലല്ലോ, കാരണം നമ്മൾ ഉണ്ടാക്കിയിരിക്കല്ലേ. പിന്നെ നമ്മളെ കയ്യിലല്ലേ മാർക്ക്. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കി, ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കിയത്, അതുകൊണ്ട് നമുക്ക് തന്നെ ആൻസർ ചെയ്യാൻ സുഖമാണ്. ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. റിവിഷൻ ചെയ്യേണ്ടത് ഈ 100 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. 100 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു വട്ടം റിവിഷൻ ചെയ്യുക, ഇതേപോലെ പോവുക. ദെൻ സെക്കൻഡ്ലി റിവിഷൻ ചെയ്യുക. ദ ഫൈനൽ ഈസ് റീകോൾ. റീകോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇരിക്കുക, കണ്ണൊക്കെ അടയ്ക്കുക, അതബുൽ ജായലി
അപ്പൊ അജ്ബുൽ ജാഹിലി എന്ന് പറയുമ്പോൾ അത് ഫുൾ സാധനം നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തെടുക്കുക. റീകോൾ എന്ന് പറഞ്ഞാൽ റിമെമ്പർ എന്നുള്ളതാണ്. മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഈ സാധനം റിമൈൻഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ സ്റ്റെക്കായിട്ട് കിടക്കും. അങ്ങനെ സ്റ്റെക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് LPS മാത്രമല്ല ഏത് ലൈഫിലെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ സിസ്റ്റമാണ് ഷോർട്ട് ടേം ഗോൾസ്. ഈ സാധനം റെഡി ആണോ? ഈ സ്റ്റഡി മാസ്റ്റർ പ്ലാന് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇത് PDF കിട്ടിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. ഇതിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റെഡി അല്ലേ? ഓക്കെ ഗുഡ്. ശരി, ഇനി റിവ്യൂ യുവർ പ്രോഗ്രസ് റെഗുലർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോഗ്രസ് ഇങ്ങനെ മനസ്സിലാക്കാം. ഞാൻ ഇന്ന് ഡേ 1 എന്ത് ചെയ്തു? ഡേ 1 ഞാൻ 5 ടാസ്ക് ആയിരുന്നു. ടാസ്കിന്റെ കട്ടി കൂട്ടണേ. ഒരു ദിവസം ടാസ്ക് 30 മിനിറ്റ് ആണെങ്കിൽ അടുത്തത് 35 മിനിറ്റ് 40 മിനിറ്റ് എടുക്കാം. അപ്പൊ 5 മണിക്കൂർ ഒരാൾ പഠിക്കുകയാണെങ്കിൽ 5 ടാസ്ക് ആക്കി മാറ്റുക. ഓരോ മണിക്കൂർ കഴിഞ്ഞാലും അതിന്റെ ഇടയിൽ ഇടവേള. നിങ്ങൾ ഇങ്ങനെ മറ്റേ ഇവലൊക്കെ വെച്ച പോലെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവസാനം ഈർക്കളൊക്കെ വെച്ചിട്ടൊന്നും പഠിക്കരുത്. പഠിക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഒരു കൃത്യമായ വിഷനായി ഞാൻ അതിലേക്ക് പോവാം. ഫിസിക്കൽ സാധനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫൈനലി പറയേണ്ട ഒരു സാധനമാണ് ഈ റിവിഷൻ പിന്നെ ഒക്കെ കഴിഞ്ഞ് പഠിക്കുന്ന സാധനം. ഇപ്പൊ റിവ്യൂ യുവർ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഷീറ്റ് എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുക. പഠിച്ചോനെ അപ്പൊ ഇവിടെ ഇതെന്തൊരു പ്രശ്നം ഉണ്ടല്ലോ, ഓക്കെ ഇത് ഞാൻ പഠിച്ചില്ലല്ലോ, ഇത് ഞാൻ പഠിക്കാനുണ്ടല്ലോ, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ സ്റ്റഡി ചെയ്തിട്ടില്ലല്ലോ, ഇത് ഞാൻ നോട്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പക്ഷെ ഞാൻ റിവിഷൻ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ റീകോൾ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു മക്കളെ, നിങ്ങൾ ഈ പ്ലാൻ അനുസരിച്ച് 100 ദിവസത്തെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ നാളെ തുടങ്ങുകയാണെങ്കിൽ, നാളെ തുടങ്ങിയിട്ട് ആ 100 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങളെ എല്ലാ വിഷയത്തിലും എബിലിറ്റി ഉണ്ടാകും, നിങ്ങൾക്ക് സ്കിൽ ഉണ്ടാകും. നിങ്ങളുടെ ഷീറ്റ് കംപ്ലീറ്റ് ടിക്കിട്ടോളി. ഈ ടിക്കറ്റ് ഞാൻ പറയുന്ന വാക്ക് ഓർത്ത് വെച്ചോളി. അഡ്വൈസ് മെമ്മോ കിട്ടുന്ന സമയത്ത് ഈ ടിക്കറ്റ് പേപ്പർ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. എന്നാലും ഒരുപാട് ഇത് സയന്റിഫിക്കലി ഉള്ള കാര്യമാണ്. ഞാൻ ഉണ്ടാക്കിയ ഒരു സൂര്യ സാധനം എന്നല്ല. മനഃശാസ്ത്രപരമായിട്ട് ആളുകൾ കൃത്യമായി പഠനം ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റത്തെ എഡ്ഫിൽ ഒരു ക്രിയേറ്റീവായി NLPന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഈ ടാസ്ക് ബേസ് ഒക്കെ നമ്മൾ സിസ്റ്റമാണ്. കാരണം എല്ലാവരും ഒരുപാട് ഓവർലോഡ് പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി എന്നും പ്രോഗ്രസ് റിപ്പോർട്ട് സെറ്റ് ചെയ്യുക. എല്ലാം ടിക്കഡാന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പരീക്ഷ എഴുതിക്കോളി ജയിച്ചിരിക്കും. അപ്പൊ കുറച്ച് ഇവിടെ 4 ടിക്ക് ഉണ്ടാവും, അപ്പുറത്ത് റീകോൾമിൽ മാത്രം ടിക്ക് ഉണ്ടാവും. കാരണം ഇതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിട്ട് കാര്യമില്ല. പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പ്രയാസമായിരിക്കും. മെയിൻറ്റെയിൻ യുവർ കോൺഫിഡൻറ്റ് ലെവല് തകരരുത്. എപ്പോഴുള്ള പ്രശ്നമാണ് നമുക്ക് മോട്ടിവേഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ചെയ്യേണ്ടത് ആരാന്നറിയോ? ഈ റീകോൾ ആണോ ഉദ്ദേശിച്ചത്? കവർ ചെയ്തോന്ന് നോക്കി ചെക്ക് ചെയ്യേണ്ടത് ഒക്കെ ഇതിലെല്ലാം കിട്ടും. റീകോള് ലാസ്റ്റേക്ക് ചെയ്താൽ മതി, ബാക്കിയൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങള് നോട്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് ഓക്കെ നമ്മൾ സെൽഫ് നമ്മള് ഫാമിലിയാണ് കുറെ ആൾക്കാർ പറഞ്ഞത്. നമ്മള് തന്നെ, പിന്നെ വേറെ ആരെങ്കിലും? നമ്മളല്ലാതെ വേറെ ആരാളേ? നമ്മളിവിടെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞാൽ ഇജ്ജ് ഉഷാറാണ്ടാ. കാരണം ഇജ്ജ് ഉണ്ടായിട്ടല്ല ഈ ലോകം തന്നെ നിലനിൽക്കണത്. നമ്മൾ ആലോചിച്ചാൽ മതി. ഈ സാധനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളല്ലാതെ വേറെ ആരും മോട്ടിവേഷൻ ചെയ്യാനൊന്നുമില്ല. ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കട്ടെ, സെൽഫ് മോട്ടിവേറ്റഡ് പറഞ്ഞാൽ ലൈഫിൽ നിങ്ങൾ എന്നും സക്സസ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ വേറെ ആർക്കും നമ്മൾ കുറ്റം പറയാൻ കഴിയില്ല. നമ്മൾ ഓക്കെ അല്ലേ? നമ്മൾ ആരെങ്കിലും കുറ്റം പറയണമെങ്കിൽ ഒരു സംഗതി വേണ്ടേ? നമ്മൾ സെൽഫ് മോട്ടിവേറ്റ്, നമ്മളെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, അത് അതിലേക്ക് നമ്മൾ വിഷയം വരുന്നുണ്ട്. എന്തായാലും മാക്സിമം കോൺഫിഡന്റ് ലെവൽ മേലേക്ക് വെക്കുക. അതിനാണ് ഈ പേപ്പർ കയ്യിൽ വെക്കണം പറഞ്ഞ. രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം പേപ്പർ നോക്കുക. അപ്പൊ എന്റെ മുഖം ഓർമ്മ വരും. അപ്പൊ ഓർമ്മ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടി കൂടിയാണ്. അപ്പൊ ഇനി നിലനിർത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സെറ്റാണ്. റെഡിയാക്കി. അപ്പോഴേക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, അപ്പൊ അത് മൂഡ് പോയി, ഇനിയിപ്പോ നാളാക്കാം. ഇങ്ങനെ ഈ മൂഡ് പോണതിനനുസരിച്ച് നാളാക്കാനുള്ള ഇത് നടക്കൂല. ഇത് ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ കോൺഫിഡന്റ് ലെവൽ ഇങ്ങനെ കൂട്ടുക, നല്ല കോൺഫിഡൻസ് വരാം. നിങ്ങൾ ആലോചിച്ചില്ലേ എത്ര കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ സ്വപ്നത്തെ നമ്മൾ ഇങ്ങനെ എല്ലാ കൊല്ലും കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ടില്ലെങ്കിൽ നടക്കുകയില്ല കേട്ടോ. കോൺഫിഡൻസ് ലെവൽ കൂട്ടിയില്ലെങ്കിൽ നമുക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടാവും. ശരി, ടൈം മാനേജ്മെന്റ് വലിയൊരു വിഷയമാണ്. അത് വേറെ തന്നെ ക്ലാസ് എടുക്കേണ്ട സാധനമാണ് ടൈം മാനേജ്മെന്റ്. ഞാൻ ചെറിയ രൂപത്തിലുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ശരി, നമ്മളെ ഡ്രീം ഒക്കെയാണ്, ഗോൾ ഒക്കെയാണ്, സെറ്റ് ചെയ്യാവുന്ന എല്ലാവിധ സെറ്റപ്പും റെഡിയായി. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് കുറെ പ്രശ്നങ്ങൾ
ഓക്കെ. പിന്നെ ഈ പ്രശ്നങ്ങൾ അറബിക്കിൽ ഒരുപാട് ആളുകൾ, അറബിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളെ കോഴിക്കോടാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. ഒരു ക്രീം ടീം വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ പ്രൊജക്ട്സുകൾ ഉണ്ട്. അപ്പൊ അറബിക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, പിന്നീട് പറഞ്ഞുതരാം. ഈ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഹർഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹർഡിൽസ് അറിയോ? ഹർഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തടസ്സം. വെരി ഗുഡ്. സ്പോർട്സ് ആരോ പറഞ്ഞോ? സ്പോർട്സ്. വെരി ഗുഡ്. ഈ സ്പോർട്സിൽ ഒരു സാധനം കണ്ടില്ല, ഒരു ചങ്ങായി ഇങ്ങനെ ഓടുമ്പോ ഒരു സാധനം ഒരു തടസ്സം അയിമക്ക് ചാടി 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 പോണ കണ്ടില്ല നിങ്ങള്? ഓക്കെ. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡിസ്ട്രാക്ഷൻ എന്താ? ഓടുക ചാടുക എന്നല്ല, ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതകള്. അതേപോലെ ഹർഡിൽസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങള്. ഞാൻ പറഞ്ഞ ഡ്രീം സെറ്റാണ്, LPS കിട്ടണം, പ്ലാൻ ഞാൻ ഉണ്ടാക്കി തന്ന്, അതും ഹെഡ്ഫിൽ ഉണ്ടാക്കി തന്ന്, അതും നിങ്ങൾ ഓക്കെയാണ്, എങ്ങനെ പോണെന്ന് പറഞ്ഞ് സമയം ക്ലിയർ ആണ്, ഒക്കെ സെറ്റാണ്. തടസ്സങ്ങൾ എന്തൊക്കെ തടസ്സങ്ങൾ വരും? നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോ എന്തൊക്കെ തടസ്സം വരും? പറയും. എന്തൊക്കെ തടസ്സം വരും? വളരെ സന്തോഷമുള്ള ഒരു കാര്യം, നമ്മൾ തുടങ്ങി ഇത്ര സമയമായിട്ടും നമ്മുടെ ആ വന്ന കുട്ടികൾ തന്നെ നിലനിന്നു എന്നുള്ളതാണ്. പറയേ. ഡിസ്ട്രാക്ഷൻ. ഫോണാണ് മെയിൻ ഡിസ്ട്രാക്ഷൻ. ശരിയാക്കി തരാം. ക്ലാസ് മൊത്തം ഫോണിലായോണ്ട് അത് ഒഴിവാക്കാനും പറ്റില്ല. ഓക്കെ. ഫോണാണ് പ്രശ്നം. കുട്ടികളൊന്നും നിങ്ങൾ ഹർഡിൽസിൽ ഉൾപ്പെടുത്തരുത് കേട്ടോ. നിങ്ങളും പണ്ട് അങ്ങനെ ആയില്ലല്ലോ. ഫാമിലി. ഓക്കെ. പല വിധ പ്രശ്നങ്ങൾ. ഓരോ പ്രശ്നങ്ങളാ വരികയെന്ന് പറഞ്ഞേ. എന്താല്ലേ, നമ്മള് പ്രധാനമന്ത്രി അല്ലേ, പെരും പ്രശ്നങ്ങളെ ഡെയിലി. ഫാമിലി. ലേസി. ഗുഡ്. മടി. അടുക്കള, നിങ്ങൾ എന്നും പുറത്തു പോയി ഫുഡ് കഴിക്കാൻ. അടുക്കള. ഹെൽത്ത് ഇഷ്യൂസ്, പണികള്, ടൈം, ഫുള്ള് പ്രശ്നമാണ്. സിദ്ദീഖ് പറഞ്ഞ എന്താ വെച്ചാൽ ഫുള്ള് പ്രശ്നമാണ്. പ്രശ്നമില്ലാതെ ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് പ്രശ്നമാണ്. ഉറക്കം. അതൊരു പ്രശ്നമാണ് അല്ലെ. ഗസ്റ്റ് വരും, ചിലപ്പോ വായിക്കാതിരിക്കും. ഹെൽത്ത്, ഓരോ തോന്നലാണ് അല്ലെ. ഓക്കെ. ഫോണ്. ശരി. ഓക്കെ. നിങ്ങൾ കുറെ പറഞ്ഞു, ഞാൻ ഓരോ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഫാമിലി. The first one is family. Number 2, friends. Number 3, social media. Number 4, laziness. Number 5, careless. Number 6, time. Number 7, physical. Okay, ഞാനിതിനെ ഒരു 7 കാരണങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതെന്താണ് പ്രശ്നം വരില്ല, പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് പറയുന്നത്. ഫാമിലിനെ ഒഴിവാക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ ഫാമിലി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഫാമിലിന്റെ തടസ്സത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പൊ കുട്ടികൾ പറഞ്ഞാല്, ഇപ്പൊ ചെറിയ കുട്ടികളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എന്തായാലും വരും. 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ ഓൽക്ക് ഇത് എന്താന്ന് തന്നെ അറിയില്ല. ഓല് സ്വാഭാവികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ നമുക്ക് തോന്നുന്നത് എടങ്ങാറാണ്. ശരിക്കും അഡൽട്സ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഫാമിലീസിന്റെ കാര്യം, ചിലപ്പോ നമ്മളെ വീട്ടിലുള്ള വലിയ ആൾക്കാരൊക്കെ വരും, ഇജ്ജിപ്പഞ്ഞ് പഠിച്ചിട്ട് അത്ര കാലായി ഈ പഠിക്കാൻ പോണ്, അങ്ങനൊക്കെ പറയും. ചില ആൾക്കാരുടെ നെഗറ്റീവ് സെൻസ് എന്താ വെച്ചാല്, ചില സമയത്ത് അങ്ങനെ ആയിരിക്കും, ഇജ്ജിപ്പഞ്ഞ് പഠിച്ചിട്ടാ ഓളൊരു പഠിപ്പ് കുറെ ഇങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുള്ള ഫാമിലീസ് ഉണ്ടാവും. ഞാൻ എല്ലാ ഫാമിലി അല്ല പറയുന്നത്. ഹസ്ബൻഡ്, ചില ഹസ്ബൻഡ്മാര് നല്ല സപ്പോർട്ടായിരിക്കും. എനിക്കറിയാം, കേട്ടറ്റൊക്കെ പഠിക്കുന്ന കുറെ കുട്ടികൾ വീട്ടുകാർ ആരും സപ്പോർട്ടില്ല, പക്ഷെ ഒറ്റയ്ക്ക് പഠിക്കണം എന്ന് വിചാരിച്ച ആൾക്കാര്. ഫാമിലി പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുക വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഗവൺമെന്റ് ജോലി കിട്ടിയാൽ ഓലോട് പറയേണ്ട ഒറ്റ കാര്യം, ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് അടിപൊളി ട്രീറ്റ് തരും, നിങ്ങൾക്ക് പൈസ തരും എന്ന് എന്നോട് പറഞ്ഞാലേ വേറെ ഒതുക്കാൻ വഴിയില്ല. കുട്ടികളോട് പറഞ്ഞൊരു കാര്യമില്ല. കുട്ടികളോട് പറയേണ്ട വെച്ചാൽ ഉമ്മാന്റെ അല്ലെങ്കിൽ ഉപ്പാന്റെ ജോലിയൊക്കെ കിട്ടി, ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നമുക്ക് പിന്നെ ബീച്ചിൽ പോവാ, നമുക്ക് ഇന്ന സ്ഥലത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യാനത് വേറെ വഴിയില്ല. ഉമ്മമാരോടും അമ്മായിമ്മമാരോടുള്ള ഏക ഐഡിയ എന്താന്ന് വെച്ചാല്, സാലറി കിട്ടിയാലും മറക്കരുത് കേട്ടോ. അത് സാലറി കിട്ടിയാലും അപ്പം പിന്നെ വിചാരിക്കും സാലറി കിട്ടിയാലും ഇനിയിപ്പോ കൊടുക്കേണ്ടത്. പണ്ടൊരു ചങ്ങായി മീൻ പിടിച്ചപ്പോ പറഞ്ഞില്ലേ, മീൻ കിട്ടിയാല് പിന്നെ നേർച്ചക്ക് കൊടുക്കും എന്ന് പറഞ്ഞേ. അങ്ങനെ അവസാനം മീൻ കിട്ടിയപ്പോ വലിയ മീനാ കിട്ടി. മീനങ്ങട്ട് കിട്ടി കൈ പിടിച്ചപ്പോ പറഞ്ഞു, പഠിച്ചോനെ ഇത്ര വലിയ മീനൊക്കെ ആണെങ്കിൽ എന്തായാലും ഞാൻ കൊടുക്കൂലെന്ന് ഒരൊറ്റ ചാട്ടം. ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് സാധനം പോയി. ആ പോയ സമയത്ത് അവൻ പറയാണ്, ഈ ഞാനൊരു തമാശ പറഞ്ഞതിന് പഠിച്ചോനെ നിങ്ങൾ എന്തെങ്കിലും കാര്യമാക്കിയെന്ന് വെച്ച്. ഇതേമാതിരിയാണ് സാധനം. ഫാമിലിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോൾ അവർക്ക് എന്താ വെച്ചാല് കുറച്ച് സപ്പോർട്ട് നമ്മൾ കൊടുക്കാന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഈ ഫ്രണ്ട്സ് കൊണ്ടുള്ള ഒരു വലിയ ഗുണം ഇടങ്ങാറ് എന്താ വെച്ചാല്, കടം ചോദിക്കണ ഓനായിരിക്കും,
നാളെ നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയാൽ ഓനക്ക് 10 റുപ്യ കൊടുക്കാന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. ജെവിടാണ് മറ്റേത് എവിടെയാണ്, വാട്സപ്പ് ചാറ്റ് അത് ഇത് ആകാലമ്പ്. ഇതിലേറെ വരുന്ന വലിയൊരു ഓക്കെ. ആ ഓക്കെ. അപ്പോ പിന്നെ സോഷ്യൽ മീഡിയ ഭയങ്കര പ്രശ്നമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഈ തുടങ്ങിയ എല്ലാ സാധനവും തുടങ്ങുന്നത് ഇപ്പുറത്തായിരിക്കും. സുജിത് ഭക്തൻ എവിടെ എത്തി എന്നുള്ളതും മല്ലു ട്രാവലർ എവിടെ എത്തി എന്നുള്ളതും മറ്റോന്റെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതും ഓൻ ഉണ്ടാക്കുന്നുണ്ട്, ഓൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഓൻ അടിപൊളിയാണ്. ഇങ്ങനെയാണെങ്കിൽ കാലാകാലം ഓന്റെ വീഡിയോ കാണേണ്ടി വരും. വേറൊരു സാധനം നടക്കൂല. ഡിലീറ്റ് ആക്കൂ. ഡിലീറ്റ് ആക്കിയിട്ട് ഇടയ്ക്കൊരു നോട്ടുണ്ട്. അതായത് അപ്പൊ ഈ പാസ്വേഡ് നിങ്ങൾ നോക്കാതെ ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ ബെറ്റർ ആട്ടോ. സോഷ്യൽ മീഡിയ ഇസ് വെരി പ്രോബ്ലം. ലേസിനെസ്, മടി. ഞാൻ വേഗം പോവാട്ടോ, ഇതൊക്കെ ഓരോ മണിക്കൂർ എടുക്കേണ്ട ക്ലാസ്സുകളാണ്, പക്ഷെ സമയമില്ല. ലേസിനെസ്, മടിക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതന്നെയാണ്. കുറെ സംഗതി നമുക്ക് കറക്റ്റ് ഡ്രീം ഇല്ല, നമുക്ക് സ്വപ്നമില്ല, നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമില്ല. സ്വാഭാവികമായിട്ടും മടി വരും. മടി വരാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം, ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം, അങ്ങനെ പോകും. കെയർലെസ്, അശ്രദ്ധ പറഞ്ഞാല് പല സമയത്തും നമുക്കൊരു ശ്രദ്ധ ഇല്ലാതെ കുറെ സാധനം എനർജി ലെവല് കുറയുന്ന സംഗതികൾ ഉണ്ടാവും. കുറേ സംഭവങ്ങൾ നമുക്ക് അശ്രദ്ധയിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അശ്രദ്ധകൾ വരും. ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. എത്ര മണിക്കൂർ പഠിക്കണമെന്ന് പലരും ചോദിച്ചിരുന്നു. 3 to 5 മണിക്കൂർ വരെ നിങ്ങൾക്ക് പഠിക്കാം ഇടയ്ക്കിടയ്ക്ക്. അപ്പോ പിന്നെ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ടൈമാണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി മണിക്കൂറുകളോളം ക്ലാസ് എടുത്ത് മനസ്സിലാക്കിക്കേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾ ഇത്ര കരുതിയാൽ മതി, എന്റെ സമയം 1 മിനിറ്റ് ആണ്, പോയാൽ കിട്ടൂല, അത് തിരിച്ച് കിട്ടൂല എന്നുള്ളത് കറക്റ്റ് ബോധ്യം വേണം. അത് ബോധ്യം വേണമെങ്കിൽ ഒളിമ്പിക്സിൽ ഫസ്റ്റ് അടിക്കാത്ത ഒരാളെ ചോദിച്ചാൽ മതി, അവൻ സെക്കൻഡ് ആയിരിക്കും. ഫസ്റ്റ് എന്തുകൊണ്ട് പോയി, സെക്കൻഡിന്റെ വാല്യൂ മനസ്സിലാക്കും. ഫിസിക്കൽ പ്രോബ്ലംസുകൾ പലപ്പോഴും കടന്നു വരും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രിങ്ക് വാട്ടർ, നല്ലോണം വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം, നിൽക്കേണ്ട രീതിയൊക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ നേരം ഉറക്കം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കരുത്, ഉന്മേഷാവാം. എപ്പോഴാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കംഫർട്ടായ സമയത്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. മോർണിംഗിന് പഠിക്കുന്നവർക്ക് പോകുമ്പോൾ പഠിക്കാം, ഇനി രാത്രി പഠിക്കുന്നവർക്ക് പഠിക്കാം, പകല് പഠിക്കുന്നവർക്ക് പഠിക്കാം. പക്ഷെ പഠിക്കുകയാണെങ്കിൽ 3 മുതൽ ഒരു 5 മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കണം എന്നതാണ്. ശരി, ഞാൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷമാണ് വൈൻഡപ്പ് ഉണ്ടാവാം. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം. 1, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. നല്ലോണം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ സംഗതിയാണ്, ക്വസ്റ്റ്യൻസിലൂടെയുള്ള പ്രാക്ടീസുകൾ നല്ലോണം വരുത്തുക എന്നുള്ളതാണ്. നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ടീച്ചറെ നിങ്ങൾ അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ടീച്ചർ ആരായിരിക്കണം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വ്യത്യസ്തമായ പെഡ്ഫിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അതല്ലാണ്ട് ഒരുപാട് പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെഡ്ഫിൽ പോപ്പപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. ഓരോ ക്ലാസ് കഴിഞ്ഞാലും പരീക്ഷ ഉണ്ടാകും. അതേപോലെ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് സബ്ജക്ട് ബേസിലുണ്ട്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കോട് കൂടി 20ഓളം മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ടെസ്റ്റുകൾക്കുള്ളത്. ഇതിന്റെ പുറമെ ഡിസ്കഷൻ ടേബിൾ എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്. ഇതെല്ലാം കൂടി ഏകദേശം 10,000-ലധികം ചോദ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, ആരിഫ് പറഞ്ഞത് പോപ്പപ്പും ടെസ്റ്റും മോക്ക് ടെസ്റ്റ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളുള്ള ആളുകൾക്ക് മനസ്സിലാവും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശരി, ഇനി ടീച്ചർ നിങ്ങൾ അഷുറൻസ് ചെയ്യാം. ഇപ്പം നമുക്ക് ആരും ടീച്ചറാക്കാം. നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒതന്റിസിറ്റി, നമ്മുടെ ബുക്സ് എന്ന് പറഞ്ഞ ടീച്ചറാണ്. പക്ഷെ ദയവേത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യൂട്യൂബിൽ ഒതന്റിസിറ്റിക്കൽ പ്രോഗ്രാമുകളുള്ള യൂട്യൂബ് ചാനൽ ഒഴികെ ആരെങ്കിലും ഇടുന്ന ചാനലുകൾ ഉപയോഗിച്ചിട്ട് കുറേ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നെഗറ്റീവ്സുകൾ ഉണ്ടാക്കരുത്. ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ആ കാര്യം ശ്രദ്ധിക്കും. പിന്നെ റിയലൈസ് ദാറ്റ് യു ആർ എ ഹ്യൂമൻ, നോട്ട് എ റോബോട്ട്. നിങ്ങൾ റോബോട്ട് അല്ല, നിങ്ങൾ ഹ്യൂമൻ ആണ്. പരമാവധി കുറച്ച് സമയം മാത്രം പഠിക്കാം. ഇപ്പൊ ക്ലാസ്സുകൾ തന്നെ, ചില ക്ലാസ്സുകൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ആകെ 25 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ അടുത്തത് പഠിക്കേണ്ടത്. കാരണം ഇനിയിപ്പോ അതല്ലാത്ത ആളുകൾ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, കറക്റ്റ് ഒരു പ്ലാനിങ്ങിൽ വർക്ക്ഔട്ട് ചെയ്യുക. പരമാവധി ഒരാൾക്ക് അറ്റൻഷൻ ചെയ്യാൻ പറ്റിയ 20 മിനിറ്റ്. ഇപ്പൊ നമ്മൾ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞ്, അപ്പൊ നമ്മൾ 20-25 മിനിറ്റ് നമ്മളൊരു ഇന്ററാക്റ്റീവ് ആകുമ്പോൾ കുറെ പോകും. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ 20 മിനിറ്റ് ആകുമ്പോൾ മടുക്കും. അപ്പൊ നമ്മൾ എണീക്കുക, ജസ്റ്റ് റിലാക്സ് ചെയ്യുക, നമ്മൾ കറക്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, ഒന്ന് മുഖം കഴുകുക, ഒന്ന് പച്ചപ്പിലേക്കൊക്കെ നോക്കുക, ഒന്ന് തിരിച്ചു വരിക, വീണ്ടും ഇരിക്കുക. ദയവേത് ഫോൺ നോക്കരുത്. പക്ഷെ ഫോണിൽ നോക്കി പഠിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സകല സോഷ്യൽ മീഡിയയും തൽക്കാലത്തിന് അൺഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങൾ നോക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നോട്ട് മേക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, റിവിഷൻ. ഒരുപാട്
എഡ്ഫിൽ ടോട്ടൽ എത്ര ക്ലാസ് ഉണ്ട്? ക്ലാസ് എത്രയെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി. ക്ലാസ്സുകൾ നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാംസുകൾ ഇടയ്ക്ക് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും. ഓൾറെഡി 3 ബാച്ചിലധികം കുട്ടികളുണ്ട്. പക്ഷെ ഞാൻ ആ ക്ലാസ്സോ ഇതിന്റെ പ്രൊമോഷനോ ഒന്നല്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറയാണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. റിവിഷൻ ഈസ് വളരെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്, റിവിഷൻ നിങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് 2 PDF നമ്മൾ ഇന്ന് ഇതിൽ നിങ്ങൾക്ക് ഇട്ട് തരും. ഈ 2 PDF നിങ്ങൾ കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. പിന്നെ എന്നാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന് മുമ്പ് ഒറ്റ കാര്യം, ഇപ്പൊ നമ്മുടെ ഒരു കോഴ്സ് ഇപ്പൊ മെഗാ സെയിൽ, ഇപ്പൊ നിങ്ങൾ പ്രധാനപ്പെട്ട ടീച്ചർമാരുടെ ഫോട്ടോസ് ആണ്. റിയാസ് ഉദവിയാണ്, ശ്രീല മിസ് ഗവൺമെന്റ് PSC കിട്ടിയിട്ടുള്ളതാണ്, റാഷിദ മിസ് ഓൾറെഡി മെത്തഡോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോഗ്രാം. ഈ 4 പേരാണ് പ്രധാനമായിട്ടും, ഒരാളും കൂടി ഉണ്ട് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് വലിയൊരു ഓഫറിൽ നമുക്ക് ഈ പ്രോഗ്രാം ഉണ്ട്. ഈ 2999 രൂപയാണ് 10 മാസം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാനിത് ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഒരു ഇതിന് ജോയിൻ ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സിലല്ല, ഇങ്ങനെ പ്രോഗ്രാംസുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിലുള്ള കുറെ കുട്ടികളുണ്ടല്ലോ, അവർക്ക് മനസ്സിലാകാൻ, പുതിയ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വലിയൊരു ഓഫറിൽ ഈ പ്രോഗ്രാം ഉണ്ട്. ഈ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10 അഡ്മിഷനൊക്കെ നമ്മൾ വളരെ എമൗണ്ട് കുറച്ചിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. സോ നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കാണ്. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ കടക്കാണ്. പിന്നെ ഞാൻ മ്യൂട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, Q&Aയിലേക്ക് കടക്കാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടും, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എഡ്ഫിൽ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. യൂട്യൂബിലുള്ള ക്ലാസ് അൺലിസ്റ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറും കാണുന്ന രീതിയോ ഒന്നുമല്ല. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയാണ്. ഇനി നിങ്ങൾക്ക് പിന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ എഡ്ഫിലിന്റെ ടീമിൽ നിങ്ങൾ നിൽക്കണം. കാരണം ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകളും പിന്നെ ഓക്കെ, ഇതിലെ 2ാമത്തെ മിസ്സിന്റെ ക്ലാസ് കേട്ടിട്ട് തുടങ്ങിയത് ഇഷ്ടമായത് ടെറ്റ് കിട്ടിയത് ഓക്കെ റാഷിദ മിസ്സിന്റെ അല്ലെ. ഓക്കെ, റാഷിദ മിസ്സിന്റെ മെത്തഡോളജി ക്ലാസ് ആണ്. അപ്പോ പിന്നെ ഇത് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോയിൻ ചെയ്യും. പക്ഷെ ഞങ്ങൾ ടീമിൽ നിൽക്കാൻ പറയാൻ കാരണം, വെബിനാറുകളും ഫ്രീ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് നെഗറ്റീവ് മാർക്കോട് കൂടിയിട്ട്. ഇടയ്ക്കിടക്ക് പ്രോഗ്രാംസുകളും സിസ്റ്റവും തരും. പിന്നെ നിങ്ങൾ ഈ സ്റ്റഡി മാസ്റ്റർ പ്ലാൻ കറക്റ്റ് പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കും. ഇതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. ഇതിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്ലാനും സിസ്റ്റവും ഒക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് പിന്നെ ഓക്കെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, അപ്പോ പിന്നെ ഫീസ് ഇപ്പോൾ ഉള്ള ഡിസ്കൗണ്ട് റേറ്റിലാണ്. ഇപ്പൊ നേരത്തെ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഭയങ്കര ഫീസാന്ന് പറഞ്ഞത് 4500 രൂപയാണ്. ഇപ്പൊ 2999 ഉള്ളൂ. അപ്പോ ആ എമൗണ്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. 3ാമത്തെ ബാച്ചാണ്, എനിക്ക് തോന്നുന്നു 150-150-ലധികം കുട്ടികളായിട്ടുണ്ട്. LPSAയിൽ HSന്റെ കാര്യം നമ്മൾ വേറെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രോഗ്രാംസ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആക്കേണ്ട ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കുക, സംസാരിക്കുക, ടോക്ക് ചെയ്ത് നമുക്ക് പോകാം. വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്ന സമയം മുതൽ 1.5 മണിക്കൂർ ഞാൻ സമയം പോയത് അറിഞ്ഞിട്ട് പോലുമില്ല. ഏകദേശം 8:30 മണി, 8:35 ഓക്കെ, ഡീറ്റെയിൽസ് ആ പേര് ഞാൻ നമ്പർ തന്നില്ല, ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതാ 5354 എന്നുള്ള 2 നമ്പർ ഉണ്ട്. ഇനിയിപ്പോ 33907288 ഞാൻ ജസ്റ്റ് ഇവിടെ കമന്റ് ചെയ്യാം. 72880033 എന്ന് പറയുന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അനുസരിച്ച്. ശരി, ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ്, എനിത്തിങ് ക്വസ്റ്റ്യൻസ്? നമ്മളൊരു തുടക്കമാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഓൺലൈൻ മോഡാണോ ഓഫ്ലൈൻ മോഡാണോ? നമ്മളിത് പിന്നെ ഓൺലൈൻ ആയിട്ടാണല്ലോ. ഓഫ്ലൈനിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, നെഗറ്റീവ് അറിയാലോ, ഓഫ്ലൈൻ ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഓഫ്ലൈൻ നമ്മൾ ഈ 5 മണിക്കൂറൊന്നും ഒരു ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് മടുക്കും. നമ്മൾ ഈ 1 മണിക്കൂർ നമുക്കറിയില്ല, ഞാൻ ഒരു കോളേജ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്താ, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ക്ലാസ്സിനോട് മൂഡ് ഔട്ടാവും. ഈ ഓൺലൈൻ മൂഡ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കേസിലാണ്. നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ ഓൺലൈന് കൊടുക്കാണ്ടിരിക്കുക. കാരണം ഓർക്കത് ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചാൽ ഒരു ക്ലിയർ ആവുള്ളൂ.
ഓൺലൈനായിട്ട് പഠിക്കാൻ നമ്മളെ പോലത്തെ കരിയർ ഡെവലപ്മെന്റ് ഉള്ള ആൾക്കാർക്ക് ഏത് പാതിരാക്കും രാത്രി 2 മണിക്ക് മൂത്രമൊക്കെ എണീച്ചപ്പോഴാണ് പഠിക്കണം എന്ന് ഓർമ്മ വന്നത് അവിടെ ഇരിക്കുക പഠിക്കുക അങ്ങനെ സംഭവം. രാത്രി 2 മണി കഴിഞ്ഞിട്ട് ഇപ്പൊ പഠിക്കണ്ടെന്ന് വിചാരിക്കണ്ടല്ലോ. ഓക്കെ, വേറെ എന്തെങ്കിലും എനിത്തിങ് നിങ്ങൾ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ കമന്റ്സുകൾ ചെയ്യുക. കാരണം ഇതിൽ പങ്കെടുക്കാത്ത വലിയ കുഴപ്പമില്ല വിചാരിച്ച് പങ്കെടുക്കാത്ത ആളുകൾ ഉണ്ടാവും. അവർക്ക് ഇതൊരു മോട്ടിവേറ്റഡ് ആവണം. ഇതിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാർക്കേ കൊടുക്കുള്ളൂ. യൂട്യൂബിലൊന്നും ഈ പ്രോഗ്രാം ഇടൂല കേട്ടോ. യൂട്യൂബിലൊന്നും ഇതുണ്ടാവില്ല. പിന്നെ പ്രോഗ്രാം ഷെഡ്യൂൾ ആണെന്നല്ലേ പറഞ്ഞത്? എങ്ങനെ 100 ദിവസത്തെ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലേ? അത് നിങ്ങൾക്ക് ഇട്ടുതരും, അയച്ചു തരും മാസ്റ്റർ പ്ലാൻ. അല്ല, അത് മതിയാവും നമുക്ക് ക്ലാസ്? ഓഫ് കോഴ്സ് മതിയാവും. 100 ദിവസത്തെ മാസ്റ്റർ പ്ലാൻ കിട്ടിയിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് ക്ലാസ്സുകളും പഠനവും നോട്ട്സ് ഒക്കെ വേണം. അതിനനുസരിച്ച് പോയാൽ മതി. ക്വസ്റ്റ്യൻസ് ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മൈക്ക് ഓൺ ആക്കിയാൽ മതി കേട്ടോ. ആർക്കും ചോദിക്കാം. ഗുഡ് ക്ലാസ്. ഓക്കെ, ഇടയ്ക്കിടക്ക് ക്ലാസ് തൗസീന നമുക്ക് വെക്കാം. നമുക്ക് പ്രോഗ്രാംസുകളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കിട്ടാന്നുള്ളതാണ്. വെൽമോ, താങ്ക് യു. അത് വേറെയാണ്. അത് വേറെ തന്നെ കോഴ്സാണ്. HSCയും LPSCയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതില് 5 to 10ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എന്താ പറയാ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് അതുണ്ട്. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്ട് ഉണ്ട്. അങ്ങനെ 2-3 സബ്ജക്ട് എക്സ്ട്രാ ഉണ്ട്. HSST നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ HSCയും LPSC ആണ് കോഴ്സ് ഉള്ളത്. PDF നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ആരിഫ് അയച്ചു തരും. HSCക്ക് ഇപ്പൊ ഓഫർ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഓഫർ ഇല്ലാന്ന് എനിക്ക് തോന്നണേ. ഇപ്പം LPSCക്കുള്ള ഓഫർ ഉള്ളത്, ഓഫർ ഇല്ലാതെ ഫീസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ 9072880033ക്ക് നിങ്ങൾ അഡ്മിന്മാരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിലുള്ള ആൾക്കാരല്ലേ? അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും ഈ ആവേശം ചോരരുത് എന്ന് പ്രത്യേകം പറയാണ്. ചോർന്നു പോയാല് ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോന്നാണ്. 20 മാർക്കിന്റെ ക്ലാസ് ഉണ്ട്. നമ്മുടെ ക്ലാസ് 2 സാറുമാരാണ് എടുക്കുന്നത്. ശ്രീല മിസ്സും ജുനൈസ് സാറാണ്. 2 പേരും PSC റാങ്ക് ലിസ്റ്റിലുള്ളതാണ്. ജനറൽ PSC കേട്ടോ, അല്ലാത്ത അല്ല. പിന്നെ നമുക്കും ചെയ്യാം. നമുക്ക് വെബിനാറുകൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജനറൽ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന വെബിനാറുകളും പ്രോഗ്രാംസുകളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കിനി നോമ്പായോണ്ട് വൈകുന്നേരങ്ങളിലായിരിക്കും ഉണ്ടാവാം. മെറ്റീരിയൽ അയച്ചു തരോ? ഏതാണ് ലൈവ് ക്ലാസ്സസ്? ഒരു മിനിറ്റ്, മെറ്റീരിയൽ ഏതാ ചോദിച്ചത്? ഈ ക്ലാസ്സിന്റെ തന്നെ ഇന്നത്തെ ആണോ? അല്ല, നമ്മളെ സിലബസുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ PDF-കൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ ഞങ്ങള് ഇപ്പൊ തരുന്ന പ്രോഗ്രാമിൽ സ്റ്റഡി മെറ്റീരിയൽസിൽ എല്ലാതെയും മെറ്റീരിയൽസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മനസ്സിലാവും. ലൈവ് ക്ലാസ് ആണ് മോർ എഫക്റ്റീവ് എന്ന് പറഞ്ഞ റെക്കോർഡ് ക്ലാസ്സിനേക്കാളും. പക്ഷെ റസീന, ഞാൻ അതിലൊരു ക്ലോസ് വെക്കാം. ഇപ്പൊ നമ്മളിതൊക്കെ നമ്മൾ ചെയ്യണത് വെച്ചാല് റെക്കോർഡ് ക്ലാസ് നമ്മുടെ സ്റ്റുഡിയോന്ന് റെക്കോർഡ് ചെയ്തിട്ട് ക്ലാസ് തരും. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യും. ലൈവ് മാത്രമായുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇന്ന് വെബിനാർ ആയതുകൊണ്ടാണ് ഇത്ര ആള് പങ്കെടുത്തത്. ലൈവ് മാത്രം ഡെയിലി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇനി ലൈവ് ആവില്ല, നാളെ റെക്കോർഡ് കാണാന്ന് പറയും. അപ്പോൾ റെക്കോർഡും ലൈവും ഇസ് ബെറ്റർ ആണ്. പിന്നെ കോഴിക്കോട് ഞങ്ങൾ ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ആണ്. നമുക്ക് എവിടെയും റംസീജ എവിടെയും ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് ആവുമ്പോ മറ്റുള്ള ഒരുപാട് യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകളെ പോലെ അതിന് എന്തായാലും ഡിഫറൻസ് ആണെന്നുള്ള ഉറപ്പാണോ? അത് നിങ്ങൾക്ക് ഡെമോ കണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം വന്നാൽ മതി. ഡെമോ ഉണ്ടാവും, ഫ്രീ ക്ലാസ് ഉണ്ടാവും. ഫ്രീ ക്ലാസ്സുകൾ കണ്ട് എല്ലാവരും ഫ്രീ ക്ലാസ്സുകളും ആപ്ലിക്കേഷനും ഉണ്ട്. ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഫ്രീ ക്ലാസ് കാണുക. ആ ഫ്രീ ക്ലാസ് കണ്ടതിന് ശേഷം ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരിക്കലും യൂട്യൂബിലൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. കാരണം ഇത് നല്ല എക്സ്പെൻസീവ് ആണ്, വെറുതെ കൊടുക്കാൻ പറ്റൂല. ഓക്കെ, നമ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. നിങ്ങൾ വേറൊരു ഉപകാരം കൂടി ചെയ്യണം.
നിങ്ങളെ LPSന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇന്നത്തെ പ്രോഗ്രാം ഫ്രൂട്ട്ഫുൾ ആയെങ്കിൽ കമന്റ് ചെയ്യണം. അത് ഞാൻ എൻ്റെ ഒരു സജഷൻ ആണ്. എന്താ കാരണം വെച്ചാൽ ചില ആൾക്കാർ ഈ ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ ഇന്ന് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കും, റെക്കോർഡ് ഉണ്ടോ സാർ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഓർക്കൊരു പണി കൊടുക്കണമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും. ഓക്കെ, ഓഫർ. ഈ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഇത്ര എമൗണ്ട് എന്നുള്ളതൊക്കെ. ഈ എമൗണ്ട് എന്ന് പറയാൻ കാരണം നമ്മൾ സ്റ്റുഡിയോ എന്നാണ് റെക്കോർഡ് ചെയ്യുക. നമുക്ക് സർവർ AWSന്റെ ആമസോൺ ആണ്, നമുക്ക് യൂട്യൂബ് അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോ ആരെങ്കിലും ചെയ്യുന്ന ഏതെങ്കിലും പഴയ ക്ലാസ് എടുത്ത് റെക്കോർഡ് ചെയ്ത് ലിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിവാക്കിയാൽ പിന്നെ ഓക്കെ. എഡ്ഫിൽ ക്ലാസ് ഈസ് വെരി യൂസ്ഫുൾ. തൗഹീദ ഫ്രീ ക്ലാസ് കണ്ടാൽ മതി. നമ്മളെ കുറച്ച് കുട്ടികൾ ഇതിലുണ്ട്, ജോയിൻ ചെയ്ത കുറച്ച് ആൾക്കാർ വന്നിട്ടില്ല. പിന്നെ വേറെ അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ്. അപ്പൊ അത് അനുസരിച്ച് നിങ്ങൾക്ക് ആ എമൗണ്ട് തന്നെ വേണമെങ്കിൽ 2 ഗഡുക്കളായിട്ടൊക്കെ അടയ്ക്കാൻ പറ്റും, EMI ഒക്കെ ആയിട്ട് അടയ്ക്കാം കേട്ടോ. ഡെമോ ക്ലാസ് വാട്സാപ്പിൽ അയച്ചു തരാണോ അതോ യൂട്യൂബ് ചാനലിലാണോ? ചാനൽ എന്ന് പറഞ്ഞ സാധനമല്ല, നമ്മൾ ഫുൾ ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് അയച്ചു തരാം, ഗ്രൂപ്പിൽ ഇട്ടുതരാം, അതേപോലെ പേഴ്സണലി അയച്ചു തരാം. എന്നിട്ട് അതെടുത്തിട്ട് ക്ലാസ് കണ്ടതിന് ശേഷം ഉറപ്പുവരുത്തിയാൽ മതി. ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ എന്ത് ചോദ്യമില്ല. ഈ പ്ലാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? റബീന ഒന്ന് പറയോ, കേൾക്കണില്ല. ഓൾമോസ്റ്റ് ഇതാണ്. നഷ്ടപ്പെടുന്ന കുറയുന്ന ഒരവസ്ഥ, അതിൽ നിന്നും ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒന്നിച്ചടയ്ക്കാം. LPSC SSCയും കൂടി കോംബോ ആയിട്ടുള്ള ഓഫറുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് പ്രോഗ്രാംസുകൾ നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട്. എഡ്ഫിലിന്റെ വെറൈറ്റി പ്രോഗ്രാംസ്. നിങ്ങൾക്ക് ജനറൽ പേപ്പർ എങ്ങനെ മനസ്സിലാക്കാം, ബല എങ്ങനെ പഠിക്കാം, നെഹവ് എങ്ങനെ പഠിക്കാം, സ്വന്തമായി എങ്ങനെ പഠിക്കാം, ഇങ്ങനെ കുറെ പ്രോഗ്രാംസുകൾ. നമ്മൾ എക്സാം വരെ ജനറൽ ക്ലാസ് മാത്രം കിട്ടുമല്ലോ സോഫിയ, നമ്മൾ ഒരുമിച്ചുള്ള കോംബോ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. എനിവേ വളരെ സന്തോഷം. പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എഡ്ഫിലിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടുകളും കിട്ടുന്നതാണ്. എനിവേ താങ്ക് യു ഫോർ ഓൾ. ഓക്കെ, താങ്ക് യു.